ബി.ജെ.പി. സർക്കാർ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയൊരു ന്യൂസ്, സെൻസേഷണൽ ന്യൂസ് ഉണ്ടായി. അതായത് ബീഫ് കഴിച്ച ആളെ തല്ലിക്കൊല്ലുന്നു, ബീഫ് ഗോമാതാവിനെ തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളിലും വളരെ വർഗീയമായിട്ടുള്ള ചർച്ചകളുണ്ടായി. നമ്മുടെ കേരളത്തിലെ അതിനെതിരെ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തി ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു വർഗീയമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാമോ? വർഗീയത എന്നുണ്ടാണ് ഉദ്ദേശിക്കുന്നത്. വർഗീയത പാർട്ടിയിലെ ഇടതുപക്ഷത്തെ വർഗീയതയില്ലേ, കോൺഗ്രസിലെ വർഗീയത എന്താണ് അവരെ പറഞ്ഞ? ഇപ്പോ രണ്ട് സംസ്ഥാനങ്ങളും കേരളം, തമിഴ്നാടാണ് ഇപ്പോ ബി.ജെ.പി. അണ്ടറിലേക്ക് വരാത്തത്, ബാക്കിയെല്ലാം കിട്ടിയെന്നാണോ പറയുന്നത്? അതെ, തുടങ്ങിയ സെക്സ് ഇൻട്രസ്റ്റ് പഠിക്കുമ്പോഴല്ലേ സെക്സ് ചെയ്തിട്ടുള്ള ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. 15 ചെയ്തിട്ടില്ലേ സെക്സ് ചെയ്ത് അത് സ്വയം എന്തുകൊണ്ടാണ് ചുമ്മാ ചെയ്യില്ലല്ലോ, അതിനോട് അട്രാക്ഷൻ തോന്നിട്ടില്ലേ ചെയ്യുന്നത്. അത് മറ്റൊരു ആരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രചോദനം ചെയ്യാൻ മാസ്റ്റർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചിലപ്പോൾ മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ പയ്യനെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്താലും നിങ്ങൾക്ക് പുരുഷന്മാരെ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും അതല്ലേ പിന്നെ അതുകൊണ്ട് മാറിയത്. മാർച്ച് 4-ാം തീയതി ബി.ജെ.പിയിൽ വലിയൊരു അനൗൺസ്മെന്റ് ഉണ്ടായി. അതായത് 15ഓളം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ബി.ജെ.പിയിൽ അംഗത്വം നേടി എന്നുള്ളൊരു വാർത്ത വളരെ സെൻസേഷണൽ ന്യൂസായി മാറുകയുണ്ടായി. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യചിഹ്നങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടാവും. അതെന്താണെന്നറിയാനായിട്ട് ശ്രീകുട്ടി നമിത, ലിബർട്ടി ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ ശ്രീകുട്ടി നമിതയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. വെൽക്കം ടു അവർ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ. ബി.ജെ.പിയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ബി.ജെ.പിയിൽ ജോയിൻ ചെയ്തത്? എല്ലാവരും മനസ്സിലുള്ളൊരു ചോദ്യമാണ്. അല്ല, ബി.ജെ.പി പുതിയ വിശേഷമല്ലാതെ ഓൾറെഡി അത് ബി.ജെ.പിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മുന്നേ എടുത്തൊരു തീരുമാനമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം ട്രാൻസ്ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അംഗത്വം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ CPM ആവട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആവട്ടെ, വിവിധ തരത്തിലുള്ള സംഘടനാ ഭാരവാഹിയായിട്ട് നിൽക്കുന്ന എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ ട്രാൻസ്ജെൻഡറിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് അംഗത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ബി.ജെ.പിയിൽ മാത്രം ട്രാൻസ്ജെൻഡേഴ്സായ വ്യക്തികൾ കുറവാണ്, അല്ലെങ്കിൽ അവർ അംഗത്വം എടുത്തിട്ടില്ല, അംഗത്വം കൊടുത്തില്ല. ഇതിന് മുന്നേയൊക്കെ ഒരുപാട് പേർ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് നമ്മളൊരു വിപുലമായിട്ടുള്ള രീതിയിൽ ഒരു അംഗത്വം കൊടുത്തത് ഈ ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു തീരുമാനവും എല്ലാ ട്രാൻസിനും, ഞാൻ പൊതുവെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലായിരുന്നാണ്, പൊതുവെ രാഷ്ട്രീയത്തിലും ചേരേണ്ടെന്ന് കൂടെ നമ്മൾ മുമ്പും എനിക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ പെട്ടെന്ന് ബി.ജെ.പിയിൽ അംഗത്വം നേടി. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് പറയാൻ കാരണം, ഞാൻ പൊതുവേ ട്രാൻസിനെതിരെ സംസാരിക്കുകയും ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് നടക്കുന്ന എല്ലാ അഭിമുഖങ്ങൾക്കെതിരെയും ഞാൻ സംസാരിക്കുക പല ഇടങ്ങളിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില വോയിസുകൾ ഉണ്ടാവില്ല നമുക്ക് സംസാരിക്കാനായിട്ട്. ഇപ്പോൾ ഒരു ബി.ജെ.പി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബി.ജെ.പിയിലെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ള പാർട്ടികളെ വിമർശിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാകും. അപ്പം നമ്മളെ ഒരു രാഷ്ട്രീയക്കാരായിട്ട് ചിത്രീകരിക്കും. ഇപ്പോൾ ട്രാൻസിനെതിരായിട്ടൊരു കോൺഗ്രസ്സോ ഒരു കമ്മ്യൂണിസ്റ്റോ ഒരു CPM പാർട്ടിക്കാരോ ട്രാൻസിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബി.ജെ.പിയുടെ വക്താവായിട്ട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ഇത് ഉണ്ടാവും ഒരു രാഷ്ട്രീയത്തിൽ, ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങളും തുറന്ന് വിമർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. നമ്മൾ പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ നിൽക്കുമ്പോൾ, ഇപ്പോ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് തുറന്ന് എല്ലാ രാഷ്ട്രീയക്കാർക്കെതിരെയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അത് അർത്ഥത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ നിന്നത്. കാരണം നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പലയിടത്തും സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. മറ്റേ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ ഒതുങ്ങിപ്പോയാൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവില്ല. സ്പേസ് ഉണ്ടായാൽ പോലും നമ്മൾ ആ രാഷ്ട്രീയ പാർട്ടി നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള രാഷ്ട്രീയക്കാരെ വിമർശിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും. എന്തുകൊണ്ട് ബി.ജെ.പിയിൽ കയറി? അപ്പോൾ ബി.ജെ.പിയിൽ നിന്ന് ക്ഷണമുണ്ടായി. അങ്ങനെ നമ്മളെ നിർബന്ധമായിട്ടും ബി.ജെ.പിയിൽ വരണം, ബി.ജെ.പിയിൽ ഉണ്ടാവണമെന്ന് വിചാരിച്ചപ്പോൾ എന്തുകൊണ്ടും ഈ സമകാലികമായി നിൽക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയെക്കാളും മെച്ചമായി ബി.ജെ.പി ഇന്ന് ഇന്ത്യയിലെ രാജ്യാന്തര ഒരു പാർട്ടി ആയതുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം പെട്ടെന്ന് എടുത്തതായിരുന്നു. അതായത് ബി.ജെ.പി ആണ് ഇനി കേരളം ഭരിക്കാൻ പോവുക? തീർച്ചയായും. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ 50 വർഷത്തോളമായി CPMന്റെ കയ്യിലിരുന്ന ആ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഇന്ന് ബി.ജെ.പിയുടെ കയ്യിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കേരളം പിടിക്കാൻ അതിവിദൂരമല്ല.
സാഹചര്യം നമുക്ക്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കേരളം അടുത്ത ഇലക്ഷൻ ഇപ്പൊ അടുത്ത് വരാൻ പോവാണ്. അടുത്ത ഇലക്ഷൻ ഇപ്പം മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളം BJP ഭരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഭാവിയിൽ BJP കേരളം ഭരിക്കാൻ സാധ്യതകളുണ്ടാവും. ഇന്ത്യ മൊത്തം BJPയുടെ ഇന്ത്യ മൊത്തമാണ് കൊടി തീർച്ചയായും എന്നാണോ പറയുന്നത്? തീർച്ചയായും. കാരണം ഇന്ത്യയിലെ ഏകദേശം സംസ്ഥാനങ്ങളും ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. അതിൽ ഏകദേശം നമ്മൾ വിരലെണ്ണാവുന്ന സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭരിക്കുന്നത്. ആ ഒരു സാഹചര്യം നോക്കുന്നുണ്ടെങ്കിൽ തുടർന്നും കേരളവും BJP ഭരിക്കാനുള്ള പൂർണ്ണമായ സാധ്യത ഉണ്ട്. ഇതിനെതിരെ ഇനി എന്തൊക്കെ കമൻറ്റുകൾ വന്നാലും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, അപ്പോൾ CPM ഇപ്പോൾ നമ്മൾ LDF ഇടതുപക്ഷമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 2 വർഷം അല്ല 2 ടൈമായിട്ട് ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭരണത്തിൽ എന്തെങ്കിലും ശ്രീകുട്ടി നെഗറ്റീവായിട്ട് കണ്ടിരുന്നു? അതുകൊണ്ടാണോ BJPയിലേക്ക് പോയത്? അല്ല, അല്ലെങ്കിൽ ഇനി കോൺഗ്രസ് ആണ് ഇനി അടുത്ത് വരാൻ പോകുന്നുള്ള ഒരു ചർച്ച പൊതുവെ ഉണ്ട്. LDF ഉണ്ട്, ഇനി കോൺഗ്രസ് അടുത്ത് ഭരിക്കും എന്നുള്ളൊരു ചർച്ച നിൽക്കുന്നു. അതും രണ്ടും കവർ ചെയ്തുകൊണ്ട് BJPയിലോട്ട് പോയി. അപ്പോൾ LDFയിൽ എന്തൊക്കെ പോരായ്മയാണ് തോന്നിയിട്ടുള്ളത്? LDFയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. LDFയിൽ ഇപ്പം LDF സംബന്ധിച്ചിടത്തോളം ഇപ്പം പൊതുവേ പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പരസ്യങ്ങൾ കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തിട്ടുണ്ടെന്നും പിന്നെ എല്ലാവർക്കും വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ കോൺഗ്രസ് വന്നാലും അപ്പോൾ ഇനി അടുത്ത് വന്നാലും അല്ലെങ്കിൽ ഈ LDF വന്നാലും അത് രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസം അനുസരിച്ച് ഉണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രസ്ഥാനത്തെ വിശ്വസിക്കുമ്പോൾ നാളെ അധികാരത്തിൽ വരും അല്ലെങ്കിൽ അധികാരം ഉണ്ടാവും എന്നുള്ള അധികാരം നോക്കിയല്ലല്ലോ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ പാർട്ടിയുടെ വികസനവും ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്ത് വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അപ്കമിങ് ഇപ്പോൾ BJP ഉണ്ടെന്ന് പറയുന്നു. BJPയോടൊപ്പത്തിന് മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ഇത്രയും വർഷമായി ഇന്ത്യ ഭരിച്ചൊരു പാർട്ടിയാണ്. പൊതുവെ കേരളവും ഭരിച്ച പാർട്ടിയാണ്. കേരളവും ഈ കോൺഗ്രസും ഇടതുപക്ഷവും മാറി മാറി കേരളം ഭരിച്ചിട്ട് കേരളത്തിന് എത്രത്തോളം വികസനം ഉണ്ടായി എന്ന് നമ്മളെല്ലാം നേരിൽ കാണുന്നു. നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് ഒരുപാട് വികസനങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. പക്ഷേ കാണുന്നുണ്ടല്ലോ മെട്രോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. LDF സർക്കാർ ഭരിക്കുന്ന പക്ഷെ അതിലുപരി നമ്മൾ നോർത്ത് ഇന്ത്യയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ബഹുദൂരമാണ്. അത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ നമ്മുടെ ഗ്ലോബൽ GDP. അത് മാത്രമല്ല, റോഡുകളായാലും ശരി, നമ്മൾ പാലങ്ങളായാലും ശരി, കാശ്മീരിലൊക്കെ തന്നെ ആയാലും ശരി, ഈ BJP സർക്കാർ വന്നതിന് ശേഷം മോദിജിയുടെ വികസനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു വികസനം തന്നെയാണ്. അത് നേരിട്ട് പോയി നമ്മൾ കാണുമ്പോഴേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു നോർത്ത് ഇന്ത്യയൊക്കെ ഒരുവിധം എല്ലാ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇടയ്ക്ക് കാലത്ത് റീസെൻ്റ് ഞാൻ കാശ്മീരിൽ പോയ സമയത്ത് തന്നെ ഞാൻ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്നൊരു ടവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ടവർ ഇപ്പോൾ പണിതിരിക്കുന്നത്. 20 മണിക്കൂർ സഞ്ചരിച്ച് പോകുന്ന ആ ഒരു പാതകൾ മാറിയാണ് ഒരു 2 മണിക്കൂർ കൊണ്ടൊരു ടവർ നിർമ്മിച്ച് നമുക്ക് പോകാനുള്ളൊരു അത്ര വികസനങ്ങളാണ്. അതേ വികസനം തന്നെ ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ LDF സർക്കാർ ഇപ്പോൾ താമരശ്ശേരി ചുരത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് ചുരം പണിയാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരു വികസനം എന്ന് പറയുന്നത് നമ്മൾ അത് പ്രാവർത്തികമാക്കി അത് നടപ്പിലാക്കുമ്പോഴാണ് ഈ സർക്കാർ നടത്തിയ ഒരു വികസനം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ തറക്കല്ലിട്ട് പോയി എത്രയോ ഭാഗങ്ങളിൽ തറക്കല്ലിട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപാട് വീടുകൾ ഇപ്പോൾ കൈമാറി കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു, ഉരുൾപൊട്ടല്, അതൊക്കെ വീട് ഇപ്പൊ ലൈഫ് പദ്ധതി വഴി കൊടുക്കുന്നു, PMR വഴിയും കൊടുക്കുന്നുണ്ട്. PMR വഴിയും എത്രയോ വീടുകൾ ഇന്ന് കേരള ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ ആവാകായിട്ട്. പക്ഷെ അതൊന്നും വലിയ പബ്ലിസിറ്റി ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. പറയുന്നത് LDF സർക്കാരിൻ്റെ കാലത്ത് ഇത്ര വീടുകൾ നൽകി, പക്ഷെ ആ വീടിനോട് അനുബന്ധിച്ച് PMR വഴിയും ഇത്ര വീടുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളൊന്നും പബ്ലിസായിട്ട് ചെയ്യുന്നില്ല. PMR വഴിയും ഈ ലൈഫ് പദ്ധതി വഴിയും വീട് കൊടുക്കുന്നുണ്ട്. അതിലൊരു 80% PMR വഴിയാണ് അതിൻ്റെ ഫണ്ട് കൊടുക്കുന്നതൊക്കെ വീട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു PMR വഴി കൊടുക്കുന്ന അതിന് ഇത്തിരി വലിയ പബ്ലിസിറ്റി കേരളം നൽകുന്നില്ല. ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങളെ വലുതായിട്ട് എടുത്ത് കാണിക്കാത്ത രീതിയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങളുടെ ഫണ്ട് ഇവിടെ പലപ്പോഴും എത്തുന്നില്ല എന്നുള്ള പക്ഷെ അതൊക്കെ അതിനെക്കുറിച്ച് പാരാപ്തമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ കേരളത്തില് PMR വഴിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അത്തരം പദ്ധതികളുടെ പ്രചാരണം
അതായത് LDF സർക്കാർ നടത്തുന്നില്ല. ഞാനിപ്പോൾ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അവിടെ മുമ്പ് MP ആയിരുന്നത് TN പ്രതാപനാണ്. അദ്ദേഹമുള്ള സമയത്ത് ഒരുപാട് ഫണ്ടുകൾ ബ്ലോക്കായി കിടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല വികസനങ്ങളും നടന്നില്ല. ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സാർ ഇപ്പോൾ വന്നു. അദ്ദേഹം ഇപ്പോൾ MP ആയിട്ട് BJP തൃശ്ശൂരിൽ ആദ്യം കൊടി കുത്തിയത് അദ്ദേഹമാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം വന്നിട്ട് എയിംസ് വരും എന്നുള്ള പല വാഗ്ദാനങ്ങൾ വന്നിരുന്നു. പുലിക്കളി ഉണ്ടായ സമയത്ത് അത് ഇപ്പോഴും പറയുന്ന എയിംസ് വരുമെന്ന് തന്നെയാണല്ലോ പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് സ്ഥലം എടുത്ത് നൽകിയാലല്ലേ എയിംസ് എവിടെ വരുമെന്നുള്ള ഒരു പ്രസ്താവന പറയാൻ പറ്റത്തുള്ളൂ. എയിംസ് കേരളത്തിൽ വരും. കേരളത്തിൽ എവിടെ വരുമെന്ന് ഇപ്പോഴും MP സാർ പറയുന്നത് എന്താണ്? എയിംസ് കൊണ്ടുവരും. പക്ഷെ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ചില നടപടികളൊക്കെ ഉണ്ട്. സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടത്? എയിംസ് വരേണ്ട സ്ഥലത്തേക്ക് സ്ഥലം അനുവദിച്ച് നൽകണം. അനുവദിച്ച് നൽകിയാലേ ഇപ്പോൾ എയിംസ് തൃശ്ശൂരിൽ വരുമോ, കോഴിക്കോട് വരുമോ, കാസർഗോഡ് വരുമോ, തിരുവനന്തപുരത്ത് വരുമോ, എവിടെയാണ് എയിംസ് വരേണ്ടത്? എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ഇപ്പോഴും MP പറയുന്നത് എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് വരില്ലെന്നോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കില്ലെന്നോ അല്ല പറയുന്നത്. എയിംസ് കേരളത്തിൽ കൊണ്ടുവരും, എയിംസ് നടപ്പിലാക്കും. പക്ഷേ അതിന് വേണ്ടുന്ന സ്ഥലം എടുത്തു നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ഇതുവരെ നൽകാത്തോളം കാലം എയിംസ് എവിടെയാണ് കൊണ്ടുവരുന്നത്? അതെ, അത് എയിംസ് അത് പറയുന്നത് MP-യുടെ പിടിപ്പുകേടാണ്. MP അത് ഇന്നും ഇപ്പോഴും വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെയും പറയുന്നത് എയിംസ് വരുമെന്നാണ്. പക്ഷേ ഒരു MP-ക്ക് ഉള്ള ഒരു പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിക്കാൾ ഉപരി ഉള്ളൊരു പവർ ഉണ്ടല്ലോ MP എന്ന് പറയുമ്പോൾ. അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ സ്ഥലം കിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ മാത്രമേ കേരളത്തിലുള്ള സ്ഥലങ്ങൾ അനുവദിച്ച് നൽകാവൂ. ഇപ്പോൾ ഒരു മെട്രോ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ തന്നെ അത് ആവിഷ്കരിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സഹായവും അവരുടെ സന്നദ്ധയും കൂടെ ഇല്ലാതെ ഒരു കാര്യം നടപ്പിലാക്കാൻ കേരളത്തിൽ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട റോഡ് NH നാഷണൽ ഹൈവേ വികസിപ്പിക്കണമെങ്കിൽ പോലും അതിൻ്റെ സ്ഥലം എടുത്ത് നൽകേണ്ട നടപടികളൊക്കെ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നോക്കണമെങ്കിൽ അതിവേഗപാത നമ്മുടെ അതിപ്പോ നടപ്പിലാക്കുക. അതിനും സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയാൽ മാത്രമല്ലേ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് തന്നെ എത്രയോ കാലതാമസം വന്നതിന് ശേഷമാണ് സംസ്ഥാന സർക്കാരുകൾ ഈ സ്ഥലമെടുത്ത് നൽകിയത്. അതുപോലെ എയിംസ് നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് അതിന് വേണ്ടുന്നുള്ള സ്ഥലം എവിടെയാണ് വരേണ്ടത്, ഏത് ജില്ലയിലാണ് എയിംസ് കൊണ്ടുവരേണ്ടതെന്നും അവർ സ്ഥലം എടുത്ത് നൽകിയാൽ മാത്രം അത് നടപ്പിലാക്കുമെന്നാണ്. തീർച്ചയായിട്ടും എയിംസ് ഞാനും സപ്പോർട്ട് ചെയ്യും. BJP ഒരു ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും. പക്ഷേ അതിന് വേണ്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഏത് പദ്ധതിയായാലും കേന്ദ്ര പദ്ധതികൾ ഏതായാലും സംസ്ഥാനം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുന്നു. അതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ആര് ഭരിക്കും എന്നുള്ളത്, സംസ്ഥാനം ആര് ഭരിക്കും നമുക്കറിയില്ല. അത് LDF ആവാം, കോൺഗ്രസ് ആവാം, BJP ആവാം, അല്ലെങ്കിൽ 2020 എന്ന പല രീതിയിൽ അതൊക്കെ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 ഓൾറെഡി BJP ലയിച്ചു. അപ്പൊ പിന്നെ അവര് എന്തായാലും ഇനി അധികാരത്തിൽ വന്നാലും BJP NDAയുടെ കൂടെയാണ് നിൽക്കുന്നവർ. അപ്പൊ NDA സർക്കാർ തന്നെ ആയിരിക്കും ഇനിയും അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ 2020 തീർച്ചയായും NDAയുടെ കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ പരസ്യമായിട്ട്, ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ പരസ്യങ്ങൾ അടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ കോൺഗ്രസിൻ്റെ പരസ്യങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങി. പുതിയ കാര്യങ്ങൾ ഒരുപാട് ഓഫേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാബല്യത്തിലാവോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. LDF എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലിരുന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എന്താണ് ഓഫർ ചെയ്യുന്നത്? BJP പ്രകടന പത്രിക ഇതുവരെ നമ്മൾ പുറത്തിറക്കിയിട്ടില്ലല്ലോ. BJP എന്താണ്, താങ്കൾ ഇപ്പൊ അതിൽ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം ഇപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ വികസനമാണ്. കേരളത്തിന് വികസനമാണ് എല്ലാവരും നോക്കുന്നത്. ഇത്രയും കാലത്ത് വികസിക്കാത്ത പല പദ്ധതികളും BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രയും വികസനം എന്തായാലും ഉണ്ടാവും കേരളത്തിൽ. എന്തൊക്കെ വികസനം ഉണ്ടെന്ന്, നല്ല റോഡുകൾ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നല്ല റോഡുകളായാലും ശരി, നല്ല എയിംസ് ആയാലും ശരി, മെഡിക്കൽ കോളേജ് ആയാലും ശരി, നല്ല ആരോഗ്യപരമായുള്ള ഹോസ്പിറ്റലായാലും ശരി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ശരി, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മേഖലകളിലും വികസനങ്ങൾ ഉണ്ടാവും. ഓക്കെ, വികസനം ഉണ്ടാവും എന്ന് പറയുന്നു. BJP കേരളത്തിൽ വന്ന വികസനം ഉണ്ടാവുമെന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട്, നമുക്ക് കണ്ടറിയാം. പക്ഷേ മുമ്പ് 2015-14 BJP സർക്കാർ വരുന്ന സമയത്ത് ഇന്ത്യയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയൊരു സെൻസേഷണൽ ന്യൂസ് ഉണ്ടായി. അതായത് ബീഫ് കഴിച്ച ആളെ തല്ലിക്കൊല്ലുന്നു, ബീഫ് ഗോമാതാവിനെ തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളിലും വളരെ വർഗീയമായിട്ടുള്ള ചർച്ചകളുണ്ടായി. നമ്മുടെ കേരളത്തിൽ അതിനെതിരെ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തി ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു വർഗീയമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു പാർട്ടി
എന്ന് വേണമെങ്കിൽ പറയാമോ? ഈ വർഗീയത എന്ന് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വർഗീയത പാർട്ടിയിലെ ഇടതുപക്ഷത്തിൽ വർഗീയതയില്ലേ, കോൺഗ്രസിൽ വർഗീയതയില്ലേ? എന്താണ് അവരുടെ വർഗീയത? കോൺഗ്രസിലെ വർഗീയത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയും. മുസ്ലിം ലീഗും PDPയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആർക്കാ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അത് വർഗീയത പാർട്ടി തന്നെ. അത് എന്തുകൊണ്ട് ഒരു പ്രത്യേക മതങ്ങളെ ഉദ്ദേശിച്ചാണല്ലോ ഈ വർഗീയത എന്ന് പറയുന്നത്, രാഷ്ട്രീയമുള്ളത്. അപ്പോൾ ഈ PDPയും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യും. അത് വർഗീയത സപ്പോർട്ട് ചെയ്യുന്നതല്ലേ? കാലാകാലമായി എല്ലാ ഇലക്ഷന് വരുമ്പോഴും എല്ലാ ജാതീയമായിട്ടുള്ള SNDPയും പിന്നെ NSSും ഒക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വർഗീയതയല്ലേ? അപ്പോൾ ഇടതുപക്ഷക്കാർ ചെന്ന് അവരെ നേതാക്കന്മാരെ കാണുന്നില്ലേ, കാണുന്നില്ല. അപ്പൊ അത് വർഗീയത കൂട്ടുപിടിച്ചാലേ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്നത്. BJP മാത്രം എന്തുകൊണ്ട് BJP വർഗീയതയായിട്ട് ചിത്രീകരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? ബീഫ് കഴിക്കാത്തതും ഓരോ അവരുടെ വിശ്വാസമാണ്. ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടിക്കാരും പന്നി കഴിക്കാറില്ലല്ലോ. എന്തുകൊണ്ടാണ് അവർ പന്നി കഴിക്കാത്തത്? അവരെ ഖുറാനിലും അവരെ വിശ്വാസത്തിലും അത് ഹറാമായതുകൊണ്ട് അവർ കഴിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ബീഫ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും ഹറാമാണ്, ഹിന്ദുക്കൾക്ക് അത് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ഒരാൾ എഴുതി വെച്ചേക്കുന്നല്ല. അപ്പൊ ഈ പന്നി കഴിക്കാൻ പാടില്ലെന്ന് എവിടെ എഴുതി വെച്ചാൽ അവർ പറഞ്ഞ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാഭാരതത്തിലും ഗീതയിലൊക്കെ ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഗോമാതാവ് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. അതിനെ കൊല്ലരുത്, കഴിക്കരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് നിങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുന്നില്ല. കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളും ബീഫ് കഴിക്കാറുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാനൊരു രാഷ്ട്രീയത്തിലോ മതത്തിലോ ഒന്നും വിശ്വസിക്കാത്ത, ഞാൻ ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ബാംഗ്ലൂർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബീഫ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബാൻ ചെയ്തു. അപ്പോൾ ഞാൻ ബീഫ് കഴിക്കുന്ന ഒരാളാണ്, ഞാൻ പോർക്കും കഴിക്കുന്ന ഒരാളാണ്, എല്ലാം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ, കർണാടകയിൽ ബീഫ് നിരോധിതമായി. ഒരു സുപ്രഭാതത്തിൽ ബീഫ് കിട്ടുന്നില്ല. കാരണം ബീഫിൻ്റെ മേൽ ചോദിച്ചു കഴിഞ്ഞാൽ അടിയാണ് അവിടെ, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ടാണ്? അപ്പൊ അത് BJP കാരാണല്ലോ അത് പെട്ടെന്ന് ഒരു നിങ്ങളിപ്പോ ദുബായിൽ പോയി നോക്കോ, അല്ലെങ്കിൽ സൗദി അറേബ്യ പോയി നോക്കോ, നിങ്ങൾക്ക് അവിടെ പന്നി കഴിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യും? അവിടെ ബ്ലാക്ക് മാർക്കറ്റ്, അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഒരു വേറെ സെക്ഷൻ ഉണ്ട്. ഞാൻ ദുബായി പോയിട്ട് കണ്ടതാണ്. അവിടെ പോർക്ക് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ ബീഫ് അവൈലബിൾ ആയുള്ള പല മാർക്കറ്റും ഉണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബീഫ് കിട്ടും. ഇത് തന്നെ ടാർഗറ്റ് ചെയ്ത് അവർ ബാൻ ചെയ്തുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്നുകൊണ്ട് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ബാൻഡാണ്. പോർക്ക് കഴിക്കുന്നത് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ബാൻഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാതിരിക്കുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ അവിടെ ബീഫ്, അവിടെ പോർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വിശ്വാസത്തിന്റെ പ്രവണത വെച്ചിട്ട് ചിലപ്പോൾ ബീഫ് ബാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ബീഫ് വിൽക്കാൻ പാടില്ലെന്നോ ബീഫ് അവിടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലാതില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിക്കൊണ്ടെങ്കിൽ അവിടെ ബീഫ് ഉണ്ടാവും, നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാമായിരുന്നു. അതുപോലെ ഓരോ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ പുറത്ത് ചിലതൊക്കെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചില അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ പോലുള്ള മതേതര രാജ്യങ്ങളിൽ അത്തരം ഒന്നും ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. വിശ്വാസത്തിന്റെ പുറത്ത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ നടന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അത് വിശ്വാസത്തിന്റെ പുറത്താണ്. അത് ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്തതല്ല. ഓരോ മതത്തിന്റെ വിശ്വാസത്തിന് പുറത്ത് ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവരുടെ വിശ്വാസമാണ്. അതിന്റെ പുറത്ത് അവിടെ ചിലപ്പോൾ അത് കഴിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുവെ എല്ലാ BJP-ക്കാർക്കും ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് അതങ്ങനെ പറയുന്നത് തെറ്റാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പോർക്ക് കഴിച്ചതുകൊണ്ട് തല്ലിക്കൊന്നതോ അല്ലെങ്കിൽ തല്ലിയെന്നോ എന്നുള്ള വാർത്തകൾ കുറവാണ്. ഇപ്പൊ ഇല്ല, അങ്ങനെ വേണം പറയാനായിട്ട്. പക്ഷെ ബീഫ് കഴിച്ചു അല്ലെങ്കിൽ പശുവിനെ വണ്ടി ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകൾ നമ്മുടെ കേരളത്തിലല്ല, പുറത്താണ്. കേരളത്തിൽ അതിൽ വേറെ വാർത്തകളുണ്ട്. അതാ പറയുന്നത്, ഒരു പശുവിനെ ഗോമാതാവായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കൾച്ചറായിട്ടോ ഒക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഞാൻ മുസ്ലിം കൺട്രിയോട് ചേർത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര നിയമങ്ങൾ അത്ര രാജ്യങ്ങൾ കർശനമായതുകൊണ്ടാണ്. ഒട്ടകത്തിന് അവിടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഒട്ടകം റോട്ടിൽ നിൽക്കുമ്പോൾ കഴിച്ചോട്ടെ, പക്ഷെ അവിടെ ദേശീയ മൃഗമാണ്. അതിനെ തൊടുകയോ അതിനെ അടിക്കുകയോ അതിനെ വണ്ടി ഇടിക്കുകയോ ചെയ്യുന്ന ശിക്ഷയാണ്. അതുപോലെ തന്നെയാണ് ഒരു പശുവിനെ അറുക്കുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിൽ അത്രയും നിയമങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ പ്രശ്നമാവുന്നത്. അത് എല്ലായിടത്തും ഉണ്ടാവുക തന്നെ. അതിങ്ങനെ എടുത്ത് അതിനെ മാത്രം എടുത്ത് ചൂസ് ചെയ്തിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. സംസാരിക്കുന്നതല്ല, നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് എല്ലാവരും ശബ്ദമായിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതിൽ ചോദിച്ചതാണ്. അപ്പൊ നമ്മുടെ സാധാരണക്കാരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചിന്താഗതിയാണ് BJP വന്നു കഴിഞ്ഞാൽ, അതായത് BJPനെ സപ്പോർട്ട് ചെയ്ത ഒരാളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചിന്താഗതി, BJP വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ വർഗീയമായിട്ട്, അതായത് ഹിന്ദു മതരാജ്യമാണ് ഇന്ത്യ എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉന്നതത്തിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ജാതിയില്ല, എല്ലാവരും ഒന്നാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അതേ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് കൂടുതൽ ഹിന്ദു രാജ്യമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ അതിനോട് അനുയോജിക്കും എന്നുള്ളതാണ് പല ആൾക്കാരുടെ ഉള്ളിലുള്ള സംശയം. അതിനൊരു ഉത്തരവുണ്ടോ ശ്രീകുട്ടിക്ക്? ഉണ്ട്. ഹിന്ദു രാജ്യം എന്ന് ഒരിക്കലും ഇന്ത്യ മതേതരത്വ രാഷ്ട്രമാണ്. ഹിന്ദു രാജ്യം, ഹിന്ദു പോപ്പുലേഷൻ കൂടുതലായിട്ട് നിൽക്കുന്ന സാഹചര്യം അത്രേ ഉള്ളൂ. അതും ഇന്ന് ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യം ഹിന്ദു രാജ്യമാണ്. ഹിന്ദുത്വത്തെ അജണ്ടയായിട്ട് പിടിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കും ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എങ്ങനെ ഉണ്ടായത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണോ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത്. അതൊരു ആവശ്യമില്ലാത്തൊരു തർക്കമായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം എല്ലാ മതക്കാരെയും, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മതേതരത്വ രാഷ്ട്രമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഹിന്ദുക്കൾ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഹിന്ദുത്വത്തെ അതിൽ പിടിച്ചുകൊണ്ട് BJP സർക്കാർ ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്താത്ത രീതിയിൽ, ഹിന്ദുക്കൾക്ക് ഏതൊരു കോട്ടം വരാത്ത രീതിയിൽ മുന്നോട്ട് ഹിന്ദുക്കളുടെ കൂടുതൽ അവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഭരിക്കണം എന്നേ ഉള്ളൂ. അതിൽ BJPയിലെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റുള്ള മതക്കാരെല്ലാവരും ഉണ്ട്. അപ്പൊ പിന്നെ അതെങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രീയമായിട്ട് മാറ്റാൻ പറ്റും? എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വസ്ത എടുത്തുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഹിന്ദുക്കൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളിൽ നിന്നൊക്കെ വിമോചനമായിട്ട് ഹിന്ദുക്കൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് വർഗീയ പാർട്ടിയാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നു. പക്ഷെ വർഗീയ പാർട്ടികളല്ല. മുസ്ലിംസ് ഇപ്പൊ എണ്ണം കൂടി വരാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതിന്റെ പുറകില് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെന്ന് BJP കുറച്ച് ആൾക്കാർ, അനുയായികൾ, ആരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, പറഞ്ഞു മുസ്ലിംസ് പോപ്പുലേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ അവർ പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണെന്നൊക്കെ BJPയിൽ ഉന്നതങ്ങളിലിരിക്കുന്ന പല ആൾക്കാരും ചർച്ചകളിൽ ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ ഒരിക്കലും ഇന്ത്യ ഒരു മതക്കാർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇന്ത്യ എന്ന് പറയുന്നത് നാനത്വത്തിൽ ഏകത്വമായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇന്ത്യയിൽ ബഹുമതക്കാരും ബഹുജാതിക്കാരും ബഹുവിശ്വാസികളും താമസിക്കുന്നത്. പിന്നെ ചിലയിടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം ഹിന്ദുക്കളും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടത്തുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കായാലും ഭയമുണ്ടാകും. കാരണം ഹിന്ദുക്കളായ കുറേ മനുഷ്യരെ ക്രിസ്ത്യൻ മതത്തിലോട്ട് പരിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ മുസ്ലിങ്ങളോട്ട് പരിവർത്തനം ചെയ്യുക എന്ന് തോന്നുമ്പോൾ ഹിന്ദുക്കളുടെ ഒരു പോപ്പുലേഷൻ കുറഞ്ഞു വരുമോ? അല്ല, അങ്ങനെ പരിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങനെ ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യാനിയായി, മുസ്ലിം ഹിന്ദു ആയി, ഹിന്ദു മുസ്ലിമായ ഏത് മതത്തെയും ഏത് വിശ്വാസത്തെയും ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അത് മറ്റുള്ള രാജ്യങ്ങളിലോ പേടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. പേടിയെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്കാണ് ഭയം. എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ? അധികാരമാണ്. ഇന്ന് ഞാനായാലും രാഷ്ട്രീയത്തിൽ വരുന്ന എന്തിനാണ്? അധികാരം മോഹിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഹിന്ദുക്കളുടെ ഈ ഒരു ഒഴുക്ക്, അത് ഹിന്ദുക്കൾ മറ്റുള്ള ക്രിസ്ത്യനിലോട്ടോ മുസ്ലിങ്ങളോട്ടോ പോകുമ്പോൾ ഹിന്ദുത്വ അജണ്ട മുന്നിൽ പിടിച്ച് നിൽക്കുന്ന BJP സർക്കാരിന് ആ ഒരു കുറവ് വന്നാലോ? കുറവ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അധികാരം നഷ്ടപ്പെടുത്തില്ലേ? അധികാരമാണല്ലോ ഇപ്പൊ ഈ ഏത് സർക്കാർ, ഏത് പാർട്ടിക്കാരും വരുന്നത്, ഏത് പാർട്ടിക്കാർ വന്നാലും ജനസേവനം ചെയ്യാനല്ലല്ലോ, എല്ലാവർക്കും അധികാരത്തിന് വേണ്ടിയാണല്ലോ. പവർ എന്ന് പറയുന്നത് അധികാരമാണല്ലോ. ചിന്താഗതി മാറ്റി കഴിഞ്ഞാൽ ആര് മാറ്റാം? ഏത് പാർട്ടി രാഷ്ട്രീയക്കാർ ചിന്താഗതി മാറ്റും? അത് മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ? ഇപ്പൊ ഒരു കോൺഗ്രസ് പാർട്ടിക്കാർ ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ എന്ത് ജനയുഗ യാത്ര എന്തിനാ നടത്തുന്നത്? എന്തിനാ? ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? ജനയുഗ യാത്ര നടത്തി ഈ കോൺഗ്രസ് സർക്കാർ ജനയുഗ യാത്ര നടത്തിയിട്ട് കാസർഗോഡ് മുതൽ പാറശാല വരെയൊക്കെ ജനയുഗ യാത്ര കോൺഗ്രസ് പാർട്ടി നടത്തുന്നു. എന്തിനാ? ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്കറിയില്ല. അധികാരത്തിന് വേണ്ടിയിട്ടാണ്. LDF നടത്തുന്ന ജാഥ എന്താ? അധികാരത്തിന് വേണ്ടിയാ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അധികാരത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ പറയുന്നത് എന്താ? കേരളം പിടിക്കുമെന്ന് പറഞ്ഞാൽ എന്തിനാ? അധികാരം കിട്ടിയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പവർ ഉണ്ടെങ്കിൽ അധികാരം കിട്ടി ജനങ്ങളെ സേവിക്കും. ജനങ്ങളാ ഇപ്പൊ എല്ലാവർക്കും ഉദ്ദേശം നമുക്ക് അധികാരം വേണം, നമുക്ക്
അവിടെ പവർ വേണം. നമുക്ക് എന്തിനാ നമ്മുടെ രാഷ്ട്രീയത്തിനെ വളർത്താനും നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അധികാരം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങളിലേക്ക് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, ന്യൂനപക്ഷമായിട്ട് മറ്റു മതങ്ങൾക്ക് പോകരുതെന്ന് പറയുന്നില്ല. കേരളം സംബന്ധിച്ചിടത്തോളം ഏത് മതത്തെ ആരാധിക്കാനും ഏത് മതത്തിലോട്ട് നമുക്ക് പോകാനുമുള്ള ഇവിടെ ഒരു പ്രശ്നമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു ഹീറോ വർഷിപ്പേ ഇല്ല. അപ്പോൾ അത് ഒരു സ്റ്റാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോഡ് ആയിക്കോട്ടെ ആരായാലും നമ്മുടെ നാട്ടിലുള്ള എല്ലാം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയാലും കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാരുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേരളത്തിൽ. അതിന് അത്തരത്തിലിരിക്കുമ്പോൾ അവരൊരിക്കലും മറ്റുള്ള വാർഷിപ്പായിട്ട് വരുമ്പോൾ നമ്മൾ ദൈവങ്ങളെ നമ്മൾ അധികമായിട്ട് ആരും കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള ആരാധന അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്, അവരുടേതായ രീതിയിൽ വിശ്വാസം എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ലൈഫ് ദ മൈത്ത് പേഴ്സൺ ഓരോ പേഴ്സണുള്ള അതുണ്ടാവും. പക്ഷേ ഇത്രയും വാർഷിപ്പായിട്ടുള്ള ഇപ്പം നമ്മൾ സ്റ്റാർ ആയപ്പോലും ഇപ്പം തമിഴ്നാട് നടത്തുകൊണ്ട് നോക്കുമ്പോൾ ഒരു സ്റ്റാർ വന്ന് ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ 100% വിജയമാണ്, നമുക്ക് പരാജയമാണ്. നമ്മൾ അത്രത്തോളം വാർഷിപ്പ് നമ്മൾ സ്റ്റാർസിനോടും ദൈവങ്ങളോടും കൊടുക്കാറില്ല. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇത്രയും വാർഷിപ്പ് അവരത്ര കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ സ്റ്റാർസൊക്കെ പൊളിറ്റിക്സിലൊക്കെ കയറിപ്പോകുന്നത്. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങൾ അത്രയും ഇത് വാർഷിപ്പ് നിൽക്കുമ്പോൾ ഹിന്ദുക്കൾ മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. അത് കേരളത്തിലില്ല, മറ്റു സംസ്ഥാനം കൊണ്ട്. അതാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പാർട്ടിയല്ലേ ഭരിക്കുന്നത്, പല പാർട്ടികൾ. ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ BJP ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പോസ് ചെയ്യാൻ LDF ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. LDF ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒന്നും നടക്കാത്തത്. ബേസിക്കലി അതാണ് അതിൻ്റെ പോയിന്റ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ BJP ആധിപത്യം അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി ആയതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല, അവിടെ വേറെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഒരു എക്സാമ്പിൾ, ആധിപത്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നേരത്തെ പറഞ്ഞിരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഞങ്ങളാണ് കൂടുതൽ, ഞങ്ങളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആധിപത്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ അധികാരമൊന്നും ആധിപത്യം ഉണ്ടാവുന്നത് ചുമ്മാ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യമല്ലേ, പട്ടാള ഭരണമല്ലല്ലോ ആധിപത്യം പിടിച്ചെടുക്കാൻ. ഈ ആധിപത്യം കിട്ടുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ആധിപത്യമാണ്, അല്ലാതെ നേരിട്ട് പോയി പിടിച്ചു പറിച്ച ആധിപത്യമല്ല. ജനങ്ങളുടെ ഇഷ്ടം, ജനങ്ങൾക്ക് എന്താണ് BJP ആണോ ജനങ്ങൾക്ക് വേണ്ടുന്നത്, കോൺഗ്രസ് ആണോ ജനങ്ങൾക്ക് വേണ്ടത്, LDF ആണോ ജനങ്ങൾക്ക് വേണ്ടതെന്നുള്ള ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആധിപത്യമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് വലിയൊരു തെളിവുകളടക്കം ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതായത് ഇലക്ഷനിൽ തട്ടിപ്പ്, ഫേക്ക് IDs, ഫേക്ക്, അത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉന്നയിക്കുന്നുണ്ട്, അവിടുത്തെ പ്രസിഡന്റ് പറയുന്നുണ്ട് ഇങ്ങനെ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള കള്ള വോട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ എന്തിനേറെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ MP ജയിച്ചു വന്നപ്പോൾ അത് വെറും MP ഇത്ര വോട്ട്, അവർ ഒരാളിനെ ഇത്ര വോട്ടിട്ട് MP 60 വോട്ട് കൊണ്ട് അവിടെ ചേർത്ത്, അതൊന്നും അവർക്ക് തെളിയിക്കാൻ പറ്റും. പ്രസ്താവനകളും അപവാദങ്ങളും പലർക്കും പറയാം. രാഷ്ട്രീയ പാർട്ടികൾ ഇരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാം. പക്ഷെ നമുക്ക് വേണ്ടുന്നത് തെളിവുകളും അതിനെ തെളിയിക്കുക എന്നതാണ്. അത് തെളിയിക്കാൻ ഇതുവരെ സാധിക്കാത്തിടത്തോളം കാലം ഇത്തരം പ്രസ്താവനകൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. പീഡനം നടന്ന് പല അതിജീവിതകൾ ഉണ്ടാവുന്നു, അവരുടെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് അവരുടെ കേസ് വിധിയാവാതെ അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പായി പോകുന്നു. അപ്പൊ തെളിവില്ലാത്തതിന്റെ പേരിൽ അവർ പീഡിപ്പിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റും. നമുക്ക് നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന എന്താ, നമ്മുടെ ലീഗൽ പോയിന്റ് അനുസരിച്ച് നമ്മുടെ ലീഗൽ എന്താണ്, നമ്മുടെ തെളിവുകളാണ് ആവശ്യം. ഇപ്പോൾ ഒരു കൊല ചെയ്തെന്ന് വെച്ചോ, നമുക്ക് പറയാൻ പറ്റില്ല അയാളെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം. ആ കൊന്നതിനുള്ള തെളിവുണ്ടെങ്കിൽ മാത്രമേ കൊലയാളിയെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. തെളിവില്ല, ചിലപ്പോൾ അയാൾ ഒരു പക്ഷേ നിരപരാധിയാണെങ്കിലോ അയാളെ നമ്മൾ ശിക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ കോടതിക്ക് വേണ്ടുന്നത് എന്താ, തെറ്റുകാരനാണെങ്കിലും തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കുമല്ലോ. തെളിവാണ് നമ്മുടെ ലീവ് പോയിന്റ് അനുസരിച്ച് ഇന്ത്യയില് കള്ളത്തരം ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. തെളിവില്ലെങ്കിൽ ശിക്ഷിക്കില്ല. കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പറയുന്നവർക്കില്ലേ? ഇപ്പൊ ഞാൻ ഇയാളെ പറ്റി ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇന്ന് പറയുമ്പോൾ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലടത്തോളം കാലം ഒരിക്കലും അതിനെക്കുറിച്ചുള്ള പറയാതിരിക്കണം ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം സംസ്ഥാനങ്ങളിൽ ജനങ്ങളാൽ അവർ പാർട്ടി മുന്നോട്ട് പൊക്കോട്ടെ. ഇനി ആകെ 2 സംസ്ഥാനങ്ങളെ ബാക്കിയുള്ളൂ ഇങ്ങോട്ട് വരാൻ. അതും കൂടെ നേടിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അതാ തെളിവ് ജനങ്ങൾ അവർ തീരുമാനിക്കട്ടെ എന്താണ് ഇനി പാർട്ടി ഏത് പാർട്ടിക്കാണ്. ഇനിയിപ്പോ 2 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു, കേരളം തമിഴ്നാടാണ് ഇപ്പോ BJP അണ്ടറിലേക്ക് വരാത്തത്, ബാക്കിയെല്ലാം കിട്ടിയെന്നാണോ പറയുന്നത്? അതെ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഗുജറാത്തിൽ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ BJP ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ദുരിതമാണ്, ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് ഗുജറാത്തിലെ ആൾക്കാർ പറയുന്നു. രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾ 10 വർഷക്കാലം വരെ ഇടതുപക്ഷ LDF ആണ് ഇവിടെ കേരളം ഭരിച്ചത്.
എന്തെല്ലാം നൽകിയെന്ന് വാഗ്ദാനങ്ങളെ കൊടുത്താലും അല്ലെങ്കിൽ ഇത്രയും 5 ലക്ഷം പേർക്ക് വീട്, പിന്നെ റോഡ് വികസനം, ഇതെല്ലാം കൊടുത്ത് ഇപ്പോഴും ജനങ്ങൾ പറയുന്നത് എന്താ പറയുന്നത്? ഒന്നും കൊടുത്തില്ല എന്നല്ലേ പറയുന്നത്. അതെ. അതുപോലെ തന്നെയാണ് ജനങ്ങൾ. ഈവൻ ഗുജറാത്ത് ഭരിക്കുന്നത് BJP സർക്കാർ ഒരുപാട് വികസനങ്ങൾ ഗുജറാത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. UP-യിലൊക്കെ ഇന്ന് പോയി കഴിഞ്ഞാൽ റോഡൊക്കെ ഫ്ലൈറ്റ് പോകും പോലെ ബസ്സൊക്കെ പോകുന്നത്, അത്തരത്തിലുള്ള പാലം വികസനമാണ് UP-യിലൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിട്ടും അവിടെ ഒരു 80% BJP സർക്കാർ BJP പാർട്ടി ആണെങ്കിലും ഒരു 20% 30% മറ്റുള്ള പാർട്ടിക്കാരുണ്ടാവുമല്ലോ. അവർക്ക് അപവാദം പറയാമല്ലോ, ചെയ്താലും ചെയ്തില്ലെന്ന് പറയല്ലോ. എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള സംഭവം മാത്രമേ ഉള്ളൂ ഇതിൽ. അത് വലിയ ഇപ്പം ഇന്ത്യയിൽ പല പാർട്ടിക്കാരും ഉള്ളിടത്തും പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി സംസ്ഥാനം ഭരിച്ചാലും മറ്റു പ്രതിപക്ഷ പാർട്ടികൾ എത്ര നന്മ ചെയ്താലും അതിനെ കുറ്റമല്ലേ പറയത്തുള്ളൂ. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ മോദി സർക്കാർ ഇപ്പോൾ 3ാമത്തെ വട്ടമാണ് ഭരിക്കുന്നത് ഇന്ത്യ. GDP-യിൽ വലിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷേ പട്ടിണി പാവങ്ങളുടെ എണ്ണം കൂടി വരാണെന്നുള്ള സെൻസേഷനാണ് അല്ലെങ്കിൽ സെൻസസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ദിനം പ്രതി സാധനങ്ങൾക്ക് വില കൂടുന്നു, പെട്രോളിന് ക്രൂഡ് ഓയിലിന് വില ഇപ്പോൾ കൂടി, ഞാൻ യുദ്ധം നടക്കുന്ന കാരണം കൂടി. എന്നാൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പെട്രോളിനും ഡീസലിനൊക്കെ ഭയങ്കര വില വർധന കൂടുതലാണ്. ഇപ്പോൾ സാധാരണക്കാരന് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് BJP സർക്കാർ പുരോഗതി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണക്കാരനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഉള്ള സ്ഥിതിക്ക് എന്താണ് BJP ഇപ്പോൾ ഒരു പ്രസ്താവന ഉണ്ടല്ലോ കേരളത്തിൽ അതിദാരിദ്ര്യ സംസ്ഥാനം ആണോ? എനിക്കറിയില്ല. അതെന്താ അറിയാഞ്ഞത്? മീഡിയക്കാർക്കത് അറിയണ്ടേ? അതിദാരിദ്ര്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചല്ലോ LDF സർക്കാർ. അതിദാരിദ്ര്യം ഇല്ലേ കേരളത്തിൽ? അല്ല, നമ്മുടെ ഭിക്ഷക്കാരില്ലേ? ഉണ്ട്, ഇല്ലേ? പക്ഷേ ഭിക്ഷക്കാരുടെ കൂടുതൽ കാശ് ഇപ്പൊ എത്തിയിരിക്കുന്നത് 17 ലക്ഷം രൂപ ഒരു ഭിക്ഷക്കാരൻ. ഭവനമില്ലാത്തവരില്ലേ? റോട്ടിൽ കിടക്കുന്നവരില്ലേ? ഉണ്ട്. ഈ സൗത്തിലൊരു രാത്രിയാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുന്നൊക്കെ എത്ര പേര് വീടില്ലാതെ റോട്ടിൽ കിടക്കുന്നു. എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് റോട്ടിലിരിക്കുന്നു. അതിദാരിദ്ര്യമല്ലേ? ഒരു നേരം ആഹാരം കഴിക്കാത്തവർ എത്രയോ പേര് ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്. പിന്നെ എങ്ങനെ ദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നത്? അതുപോലെ തന്നെയാണ് എല്ലാ ഇന്ത്യയിലും. അതിൽ നമ്മുടെ മമ്മൂക്ക ഒരു ഡയലോഗ് പറഞ്ഞു, പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ മമ്മൂക്ക പറഞ്ഞു, റോഡ് വികസനമല്ല നമ്മുടെ പട്ടിണി പാവങ്ങളെ അല്ലെങ്കിൽ പട്ടിണി മാറ്റുക എന്നുള്ളതാണ് വികസനം എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. BJP സർക്കാർ ഇപ്പോൾ മൊത്തം 3 വട്ടം ഭരിക്കുമ്പോൾ പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ BJPക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും. ഇന്ന് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ റേഷൻ അരി വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ അരി എവിടെ നിന്നാണ് കൊടുക്കുന്നത്? BJP ആണോ കൊടുക്കുന്നത്? പിന്നെ ഓക്കെ, നിങ്ങൾ റേഷൻ കാർഡിൽ നിന്ന് പതിക്കുമ്പോൾ ജസ്റ്റ് റേഷൻ കാർഡ് എപ്പോഴും പതിച്ചിട്ടുണ്ടോ? ജസ്റ്റ് കൈ വെക്കുമ്പോൾ അതിനകത്തുനിന്ന് ബില്ല് വരുമോ? അത് ജസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കേരള സർക്കാർ എന്താണ് കൊടുക്കുന്നത്, ഇന്ത്യ ഗവൺമെന്റ് എന്താ കൊടുക്കണമെന്ന് അതിൽ വ്യക്തമായിട്ടുണ്ട്. അതാരും അറിയുന്നില്ല. നിങ്ങൾ അരി വാങ്ങുന്ന എവിടെ നിന്നാ? റേഷൻ കടയിൽ നിന്ന്. റേഷൻ കട ഭരിക്കുന്നത് ആരാ? കേരള സർക്കാർ. അപ്പം എന്നെപ്പോലുള്ള സാധാരണ അറിയില്ലാത്ത ഒരാൾ അവിടെ ചെന്ന് അരി വാങ്ങുമ്പോൾ ഞാൻ എന്താ ധരിക്കുന്നത്? കേരള സർക്കാരിന് കിട്ടുന്നു. അപ്പോൾ എത്ര കിലോ അരിയാണ് കേരള സർക്കാർ എന്താ കൊടുക്കുന്നത്? അരി പഞ്ചസാര മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൽ ആ നമ്മുടെ ചിഹ്നമില്ലേ, അത് പതിക്കുമ്പോൾ കാണാം അതിനകത്ത് എന്താ ഉണ്ടാവുന്നു. തിരിച്ചല്ലാതെ വേറെ ബില്ലടിക്കുമ്പോഴും അതിനകത്ത് വരുന്നുണ്ട്. എന്താണ് കേരള സർക്കാർ കൊടുക്കുന്നത്, എന്താണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് വ്യക്തമായിട്ടുണ്ട്. എല്ലാ അതിദാരിദ്ര്യമായിട്ടുള്ള റേഷൻ അരി വിതരണം ചെയ്യുന്ന സംസ്ഥാന കേരള സർക്കാരാണ്, അല്ല ഈ ഇന്ത്യ ഗവൺമെന്റ് ആണ്. വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, ബില്ലിൽ വരുന്നുണ്ട്. അരി കിട്ടുന്നത് കേരള സർക്കാർ അല്ല തരുന്നത്, ഇന്ത്യൻ ഗവൺമെന്റ്. കേരള സർക്കാർ ഇത്ര പെർസെന്റേജ് അരി നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഏത് അറിയുന്നത്? ആരും അറിയുന്നത് ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവരാണ് നൽകുന്നത്. BJPയുടെ ക്രെഡിറ്റ് അല്ലല്ലോ. അതിപ്പോ കഴിഞ്ഞ കോൺഗ്രസ് ഭരിച്ച സമയത്തും സംസ്ഥാന സർക്കാർ ഒന്ന് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞോണ്ട് അത് ദാരിദ്ര്യമായെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ആര് ഭരിച്ചാലും അത് നാച്ചുറൽ ആയിട്ട് റേഷൻ കടയിലേക്ക് ഇപ്പൊ 5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു എന്ന് പറയുന്നത് അത് UDF ആണ് ഭരിച്ചെന്നെങ്കിലോ കിട്ടൂ? കൊടുക്കണ്ടേ? അല്ല, ഇപ്പൊ UDF 100 വീട് പണിത് കൊടുക്കും എന്നൊരു വാഗ്ദാനം പറഞ്ഞിരുന്നു. അതിന് തറക്കല്ല് പോലും ഇപ്പോൾ ഇതുവരെ ഇട്ടിട്ടില്ല.
അവർക്ക് അധികാരം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ട്? അത് അവരല്ലേ വാഗ്ദാനം പറഞ്ഞവരല്ലേ കൊടുക്കേണ്ടത്, ഞാനല്ലല്ലോ. ഓക്കെ, അതുപോലെ BJP പല വാഗ്ദാനങ്ങൾ തന്നിട്ട് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താ കൊടുക്കാതിരുന്നിട്ട്? BJP പറഞ്ഞിട്ടുള്ള പുലികളി കഴിഞ്ഞ് നമ്മുടെ സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ സുരേഷ് ഏട്ടൻ പറഞ്ഞു, ക്ഷമിക്കണം, സാറ് പറഞ്ഞു പുലികളി നടന്നില്ലെങ്കിലും അവർക്കുള്ള പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ പൈസ കിട്ടിയിട്ടുള്ളതാണ് സത്യം. പുലികളിയുടെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഗവൺമെന്റിന്റെ പൈസ അല്ലല്ലോ. സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന്റെ പേഴ്സണൽ പൈസ അല്ല, അത് BJP സപ്പോർട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അല്ല, BJP ഗവൺമെന്റോ അല്ലെങ്കിൽ BJP പാർട്ടി ഫണ്ടോ ഒന്നും കൊടുക്കാന്ന് സാർ പറഞ്ഞില്ലല്ലോ. സാറ് പറഞ്ഞാൽ പുലിക്കളി കളിക്കും. ഇപ്പം ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ സാറ് സർജറിക്ക് തന്നിട്ടുണ്ട് സാർ. അപ്പോൾ സാർ BJPയുടെ പൈസയെന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ പൈസയെന്നോ ഗവൺമെൻറ് MP ഫണ്ടെന്നോ ഒന്നും അല്ലല്ലോ ഞങ്ങൾക്ക് തന്നത്. സാറിൻ്റെ പേഴ്സണൽ പൈസയുടെ മകളുടെ ആരോഗ്യത്തിന്, മകളുടെ രക്ഷയ്ക്കും വേണ്ടിയിട്ട്, മകളുടെ പേരിൽ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ തന്നു. അതിപ്പോൾ നാളെ ഞങ്ങൾക്ക് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് ഞങ്ങൾക്ക് BJP സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ MP കുറ്റം പറയാൻ പറ്റുമോ? പേഴ്സണലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പേഴ്സണലി ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാനൊരു... പക്ഷെ നമ്മൾ എവിടെ ഇരിക്കുന്നു ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഞാൻ ആരെ കൂടെയാണോ ജോയിൻ ചെയ്യുന്നത് അവർ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാകും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി സംസാരിക്കുമ്പോൾ അത് ആൾക്കാർക്ക് BJP രീതിയിലാണ്. സുരേഷ് ഗോപി ഒരു സ്റ്റാറും കൂടെയാണ്, MP കൂടെയാണ്, BJP പാർട്ടി വ്യക്താവുമാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ഞാനൊരു അമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ ഇത്രയും ദൈവമേ എനിക്ക് തരാൻ ഞാൻ BJP കാരനെന്ന് പറഞ്ഞല്ലോ നേരുന്നത്. ഞാനൊരു പേഴ്സണാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദൈവം എനിക്ക് തരണം എന്നാണ് പറയണത്. അതാ ഞാൻ BJP കാരായിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞല്ല കൊടുക്കുന്നത്. ഇത് അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ ഇന്ന വ്യക്തിപരമായിട്ട് എൻ്റെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാമെന്ന്, അത് ആ വ്യക്തി കൊടുക്കുന്നതാണ്. അത് പാർട്ടിയോ പാർട്ടിയുടെ പിന്നെ ഒരു വ്യക്താവെന്ന നിലയ്ക്ക് നമ്മൾ പാർട്ടിക്കാരായിട്ട് കാണുന്നത് കൊണ്ട് പാർട്ടിയുടെ കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ താങ്കൾ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള... ഗാന്ധിജി അല്ല എന്നാലും കഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂട്ടി പറഞ്ഞത് ഞങ്ങള് കഷ്ടപ്പെട്ടോ പോലെ മലിക പണിക്കരോ അല്ലെങ്കിൽ മറ്റുള്ളവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പൊ ഞാൻ ഗാന്ധിജി എന്നുള്ളൊരു താരതമ്യം ഒരിക്കലും ചെയ്യില്ല. ഒരു വ്യക്തി പറഞ്ഞ കേട്ടു, അവരൊക്കെ ഗാന്ധിജിയാണോ, ഗാന്ധിജി ചെയ്തിട്ട് ആ ഒരു ഇമ്പോർട്ടൻ്റ് ഗാന്ധിജി എടുത്തില്ല എന്നുള്ള കാര്യം. ചെയ്ത കാര്യം ഗാന്ധിജി നാഷണൽ ഫാദർ എന്ന് പറഞ്ഞൊരു പേരും കിട്ടിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ബുക്കുകളിലൊക്കെ ഗാന്ധിജി എഴുതിയിട്ടുണ്ട്, ഞാൻ ഇന്ന ഉപ്പ് സത്യാഗ്രഹം ചെയ്തതും അടി കൊണ്ടതും ട്രെയിനിൽ നിന്ന് കാർ തുപ്പിയതും ട്രെയിനിൽ നിന്ന് എടുത്ത് എറിഞ്ഞതൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ ഞാൻ ഇതൊന്നും ചെയ്യാതെ ഞാൻ ഫാദർ ഓഫ് നാഷൻ ആയില്ലല്ലോ. അത്രയും കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് പുള്ളിയെ ഫാദർ ഓഫ് നാഷൻ ആക്കി വെച്ചത്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഗാന്ധിജിയായിട്ട് താരതമ്യപ്പെടുത്തണമെന്നല്ല പറഞ്ഞത്. ചെയ്ത കാര്യം, കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം, ഞാൻ ഇന്നടത്തിരുന്ന് അത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ലണ്ടനിൽ പോയിരുന്നു കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല കാര്യം. ഓക്കെ മനസ്സിലായി. ഞാൻ ഇവിടെ ചെയ്ത കാര്യം ചെയ്തെന്ന് പറയാനുള്ള ഒരു മടിയുമില്ല. നമ്മൾ ചെയ്ത അത് നമ്മുടെ കമ്മ്യൂണിറ്റിയൊക്കെ ആയാലും ശരി, കേരളത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇന്നവരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അതൊരു സുപ്രഭാതത്തിൽ വന്നിരുന്നത് കൊണ്ട് തന്നെ വടത്തരം പറയുമ്പോൾ അതിന് പ്രതികരിക്കുന്നതിന് കൊണ്ട് മറ്റുള്ളവരെ ഗാന്ധിജി ആക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മാലിക പണിക്കരുടെ ഇന്റർവ്യൂവിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. ഞാൻ ആരെ പേര് പറഞ്ഞില്ല, ഞാനാണല്ലോ ഇന്റർവ്യൂ എടുത്തത്, എനിക്കറിയാലോ താങ്കൾ ആരും. ഞാൻ ആരെ പേര് പറഞ്ഞില്ല, അതിന്റെ പേര് കോൺട്രവേഴ്സി വേണ്ട. ഞാൻ ഒരാളെ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, വ്യക്തിയുടെ കോൺട്രവേഴ്സി വേണ്ട. അതിന് വേണ്ടി ഇനി അതിനെതിരായിട്ട് എനിക്കെതിരെ അതിന് അവർ പോയി അവരുടെ പരാതിയും പറയാൻ നിൽക്കേണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരം പ്രസ്താവനകൾ പറയുമ്പോൾ ഞാനൊരു പ്രവൃത്തി ചെയ്തു വെച്ചു, ചെയ്തെന്ന് പറയുന്നതിൽ ഒരു മടിയില്ല, കള്ളത്തരമല്ല പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അടി കൊണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ നിരാകരം കിടന്നെന്നോ ഇതൊക്കെ ചെയ്തെന്ന് പറയുന്നതിന് ഒരു മടിയില്ല. ചെയ്ത കാര്യം ചെയ്തെന്ന് പറയുന്നു. അല്ലാതെ അവിടെ പോയി ആ സമയം ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ അമേരിക്കയിലായിരുന്നു, ലണ്ടനിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കേരളത്തിൽ സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ഞാൻ റോട്ടിൽ നിന്നിട്ടില്ല അല്ലെങ്കിൽ ചാടിപ്പോണെങ്കിൽ ഓടിക്കണക്കണം അങ്ങോട്ട്, അതല്ല അതിൻ്റെ ആ കാര്യം. ഇന്നും ട്രാൻസ് കമ്മ്യൂണിറ്റികൾ എല്ലാവരും സാധാരണക്കാരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ റോട്ടിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ റോട്ടിൽ നിന്നേ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഞാൻ പോലും റോട്ടിൽ നിൽക്കേണ്ട അവസ്ഥ എനിക്ക് നിൽക്കണം. അത് ഞാൻ അങ്ങനെ ഒരു ട്രാൻസിൻ്റെ ജീവിതം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അത് വന്ന വഴികൾ എന്താണെന്ന് ഒരു സ്ത്രീകൾക്കും മറ്റുള്ളൊരു 6 എങ്ങനെയായിട്ട് പുരുഷനും അറിയില്ല. ഞാൻ എത്ര ഇനി പ്രിവിലേജ് ഉള്ളൊരു ട്രാൻസ്വുമൺ ആണെങ്കിൽ പോലും എൻ്റെ ഞാൻ വന്ന വഴി എന്തായാലും എനിക്ക് ആ പ്രിവിലേജ് എപ്പോഴാണ് കിട്ടിയതെന്നും പ്രിവിലേജ് എങ്ങനെ ഞാൻ വന്നു എന്നും എനിക്കറിയാൻ പറ്റും. അത് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാനിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ
എൻ്റെ കമ്മ്യൂണിറ്റികൾക്ക് അറിയാൻ പറ്റുമല്ലോ, അവരൊരു ട്രാൻസ് വുമണാണ്, ഒരു ട്രാൻസാണ്. അവർ വന്ന വഴിയിൽ ഞാനൊരു പതിവ്രതയായിട്ടുള്ളൊരു ഇങ്ങനെ ട്രാൻസ് വുമണായിട്ട് വന്ന് ഞാൻ ഓരോ സെക്സും ചെയ്യാതെ വന്നതല്ല. കുഞ്ഞുനാളിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഹോമോസെക്ഷുവാലിറ്റിയിലൂടെയും ഹോമോസെക്സിലൂടെയും ഒക്കെ കടന്നു വന്ന ഞാൻ, പലതരത്തിലുള്ള രീതിയിലുള്ള സെക്ഷുവാലിറ്റി കഴിഞ്ഞു വന്ന എനിക്ക്, ഇപ്പോൾ ഞാനൊരു പ്രിവിലേജിൽ വന്ന് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അത് മറ്റുള്ളവർ എന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? പറ. ഞാനിപ്പോൾ വലിയ ഒരു എക്സാമ്പിൾ, വലിയ നർത്തകിയാണ്, ഫേമസ് പ്രിവിലേജുള്ള വലിയൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇപ്പോൾ. ആർട്ടിസ്റ്റ് ഞാൻ വന്നിരുന്നു കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ എനിക്ക് വന്ന വഴികളെ എന്നെപ്പോലെ ആയിരിക്കും എല്ലാ ട്രാൻസ്ജെൻഡറും വരുന്നത്. ആരും എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? സെക്ഷുവലിൽ ഞാനത് ഉറപ്പിച്ച് പറയും. ആരും ചെയ്യാതെ ഒന്നും ആരും വരില്ല. ഒന്നും ചെയ്യാതെ ഒരു ഹോമോസെക്ഷുവൽ ചെയ്യാതെ ഒരുത്തരും ട്രാൻസ്ഫോൺ ആവില്ലല്ലോ. ഇപ്പോൾ ഞാനൊരു ഹെട്രോസെക്ഷൽ ആയിരിക്കും, എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോട്, ഇപ്പോൾ എനിക്ക് എൻ്റെ സെയിം സെക്സിനോട് അട്രാക്ഷൻ, എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോടാണ് താല്പര്യം അന്നും ഇന്നും. പക്ഷേ മുൻകാലഘട്ടം ഞാൻ ഹോമോസെക്ഷുവാലിറ്റിയോടെ കടന്നു വന്ന വ്യക്തിയാണ്, ഗേ ആയിട്ട് വന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഏത് ട്രാൻസ്ഫോമിനും അങ്ങനെ ചെയ്യാം. ഇന്ന് ഏതെങ്കിലും വ്യക്തിയെ എടുത്തു തരാൻ പറ്റും? കുഞ്ഞുനാളിൽ സെക്ഷുവാലിറ്റിയിൽ മാറ്റം വരുമ്പോൾ നമ്മൾ അത് വഴിയാണല്ലോ തുടർന്ന് വരുന്നത്. അല്ല കുഞ്ഞുനാളിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വന്നിട്ടില്ല. ഇപ്പോൾ ഹോമോസെക്ഷൽ ആണ് താങ്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെക്ട്രോ ആയി എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു പുരുഷൻ, ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവനൊരു സ്ത്രീ ക്യാരക്ടർ കിട്ടുന്നു, അതിലെങ്ങനെയാണ് സെക്ഷുവൽ ആയിട്ടുള്ള കണ്ടന്റ് വരുന്നത് എന്നാണ് ഞങ്ങളുടെ സംശയം. മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ ചെറിയൊരു കുട്ടി, ഇപ്പൊ താങ്കൾ വന്ന വഴി താങ്കൾക്ക് അറിയാം, എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും വന്ന വഴി താങ്കൾക്ക് അറിയാമെന്ന് പറയുന്നു. ഇപ്പൊ താങ്കൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു, താങ്കൾ വളർന്നു വന്നു, പുരുഷനായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എങ്ങനെയാണ് ഒരു ഹോമോസെക്ഷൽ ആയിട്ട്? ഞാൻ അന്ന് പുരുഷനായി, സർജറി ഒന്നും ചെയ്യാതെ ഞാൻ പുരുഷനില്ല, അപ്പൊ ഹോമോ അല്ലേ ഞാൻ. അപ്പോൾ ആ സമയത്ത് എന്നെ സെക്ഷലി യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഹോമോസെക്ഷൽ അല്ലേ. അപ്പൊ താങ്കൾ അതിന് നിന്ന് കൊടുത്തോ? തീർച്ചയായിട്ടും. എൻ്റെ ഇൻട്രസ്റ്റ് അതാണ്. ഇപ്പം ഞാനൊരു സ്ത്രീ ആയിട്ടല്ല അന്ന് സെക്സ് ചെയ്തത്, പുരുഷനാണ്. എനിക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ സെയിം സെക്സ് അന്ന് എനിക്ക് അട്രാക്ഷൻ ആയിരുന്നു. ഞാനന്ന് മെയിലെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് താങ്കൾ ഒരു സ്ത്രീയായി മാറിയത്. അതുകൊണ്ടാണ് സ്ത്രീ ആയിട്ട് മാറുന്നത്. എൻ്റെ മനസ്സും മാത്രമേ അന്ന് സ്ത്രീ ആയിട്ടുള്ളൂ, ശരീരം ഒരിക്കലും സ്ത്രീ അല്ല, പുരുഷനായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹോമോസെക്ഷൽ അല്ലേ? അപ്പൊ ഇത് ഈ കാര്യം മറ്റുള്ളവർ ചെയ്തു എന്ന് പറയാൻ തീർച്ചയായും ചെയ്യാതെ ആരും വരില്ലല്ലോ. ചെയ്യാതെ ഒരു മനുഷ്യനും വന്നിട്ടില്ല, ഒരു ട്രാൻസ് വുമൺ വന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നു. ഒരു ട്രാൻസ് വുമണും ഹോമോസെക്ഷൽ ചെയ്യാതെ ട്രാൻസ് വുമണായിട്ട് മാറിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നു. ചില ആൾക്കാർ ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ല, പറയുന്ന കള്ളത്തരമല്ലേ അവർ പറയുന്നത്. അത് പറയുന്ന കള്ളത്തരമാണ്, പറയുന്ന കള്ളത്തരമാണ്. ഒരു 12 വയസ്സ് ആരും സർജറി ചെയ്തിട്ടില്ലല്ലോ, 13 വയസ്സായ സർജറി ചെയ്യില്ലല്ലോ, 14 വയസ്സായ സർജറി ചെയ്യില്ലല്ലോ, 15 വയസ്സ് സർജറി ചെയ്യില്ലല്ലോ, 20 വയസ്സിലെ സർജറി ചെയ്യില്ലല്ലോ. അപ്പോഴൊന്നും സെക്സ് ഉണ്ടോ? എത്ര വയസ്സ് ഉണ്ടാവൂലേ? എത്ര വയസ്സ് മുതൽ തുടങ്ങിയ സെക്സ് ഇൻട്രസ്റ്റ് തോന്നിയപ്പോഴാണ്? 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോഴല്ലേ? ഞാൻ സെക്സ് ചെയ്തിട്ടുള്ള ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. 15 മാസ്റ്റർ ചെയ്തിട്ടില്ലേ? മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് സെക്സ് ആയിട്ട്, അത് സ്വയം എന്തുകൊണ്ടാ? മാസ്റ്റർ ചുമ്മാ ചെയ്യില്ലല്ലോ, ഒന്നിനോട് അട്രാക്ഷൻ തോന്നിയിട്ടല്ലേ ചെയ്യുന്നത്. അത് മറ്റൊരു സ്ത്രീ ആരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രചോദനം മാസ്റ്റർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചിലപ്പോൾ മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ പയ്യനെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്താലോ. അപ്പൊ നിങ്ങൾക്ക് പുരുഷന്മാരെ കാണുമ്പോഴാണ് ആ ഒരു തീർച്ചയായിട്ടും അതിലെ പിന്നെ ഗേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ സ്വന്തമായിട്ട് ഒരു സ്ത്രീയായി മാറി. അത് പിന്നെ ആരും ചെയ്തിട്ടില്ല. എല്ലാവരും ഒരു പരിധി വരെ സൈക്കാട്രിസ്റ്റ് പറയുന്നത് ഹെട്രോസെക്ഷലായ മനുഷ്യരായാലും സിക്സ് ജെൻഡർ എല്ലാ മനുഷ്യരും സ്റ്റാർട്ടിങ്ങിൽ എവിടെയെങ്കിലും ഒരു ദിവസമെങ്കിലും ഹോമോസെക്ഷലായിട്ട് ബന്ധപ്പെട്ടത്, സ്ത്രീയായാലും പുരുഷനായാലും ജസ്റ്റ് ഒന്ന് ഉറങ്ങുമ്പോഴെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചില്ലെങ്കിലും കിടന്നിട്ടുള്ളവരേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന എത്ര മഹാന്മാരായാലും എത്ര മഹത് വ്യക്തികളായാലും ശരി തന്നെ, എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെന്ന്, ആരെങ്കിലും ഒരു ദിവസമെങ്കിലും ഇപ്പോൾ നിങ്ങൾ പോലും ഹോമോസെക്ഷലി ആയിട്ട് ഒരു ജസ്റ്റ് എങ്കിലും ഒരു ദിവസമെങ്കിലും ആരുമായിട്ടെങ്കിലും ബന്ധപ്പെടാതെ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. എന്റെ ഫ്രണ്ടിൽ എന്നോട് അങ്ങനെയാണ്. അത് അങ്ങനെയാണ് നമ്മുടെ ഹോമോസെക്ഷൽ ആയിട്ട് ഒരാളടുത്ത് എനിക്കൊരു പുരുഷനായിട്ട് ഹോസ്റ്റലിൽ തോന്നിയിട്ടില്ല. തോന്നുന്നതല്ല അത്, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. തോന്നുന്നതല്ല അത്. നിങ്ങൾക്ക് അത് ഹോമോസെക്സ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന തോന്നുന്നില്ല, അതൊരു സാഹചര്യം കൊണ്ട് ആക്ച്വലി വന്നു പെട്ടു പോകുന്നതാണ് എല്ലാവർക്കും. ഓക്കെ, ഹോസ്റ്റലിൽ നിന്നുകൊണ്ട്, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എന്താണ് പ്രശ്നം? ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അല്ല, ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ, വിമൻസ് ഹോസ്റ്റലിൽ ലെസ്ബിയൻസ് അവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാവരും ലെസ്ബിയൻസ് ആയതുകൊണ്ടല്ല, ചില സാഹചര്യങ്ങൾ അവിടെ മെൻസ് ഹോസ്റ്റലുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഗൾഫ് കൺട്രിയിലൊക്കെ അവിടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, സ്ത്രീകൾ താമസിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ, അത്ര സാഹചര്യങ്ങളിൽ അങ്ങനെ
പെട്ടുപോകുന്നു. ചിലർ അത് എല്ലാവരും ഇങ്ങനെ അല്ല, എല്ലാവരും നല്ല മിക്കവാറും നേരത്തെ പറഞ്ഞു ഒരു പുരുഷനായാലും സ്ത്രീയായാലും എവിടെയെങ്കിലൊക്കെ ഹോമോസെക്ഷലി ആയിട്ട് ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ അപ്പൊ പറഞ്ഞത്. സ്ത്രീയും പുരുഷനും എന്ന് പറയുമ്പോ എല്ലാരും പെടും. ആ എല്ലാവരും അപ്പൊ എല്ലാവരും നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളവര് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പറഞ്ഞത്, നമുക്ക് താല്പര്യമുള്ളത്. അല്ലാത്തൊരു എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടെങ്കിലും എന്താണ്, ഞാൻ ഒരു പുരുഷനാണ്, എനിക്ക് ഹോമോസെക്ഷൽ ആയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല. മേ ബി ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാത്തോണ്ടാവാം. ഞാൻ ദുബായിൽ ഇപ്പൊ ഞാൻ നിന്നിട്ടുണ്ട്, അവിടെ ഞാൻ റൂം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആര് പറയോ, എനിക്ക് പറയുന്ന ധൈര്യം ഇപ്പൊ മാസ്റ്റർ ഞാൻ തുറന്നു പറഞ്ഞല്ലോ, ചെയ്യാത്തവരാരും ഇല്ല. അതുപോലെ തന്നെ ഇത് എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും, എല്ലാവരും ഇല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ ടച്ച് ചെയ്തിട്ട് തൊട്ട് പോയിട്ടുള്ളവരേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ട്രാൻസ് വുമൺ കടന്നു വരുന്ന വഴിയിൽ ഒന്നും ചെയ്യാതെ നേരിട്ടൊന്ന് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ പറയുന്ന വ്യക്തിയൊക്കെ എല്ലാവർക്കും പാർട്ട്ണർ ഉള്ളവരായിരുന്നു, പാർട്ട്ണറോട് താമസിക്കുന്ന ആൾക്കാരാണ് വന്നിരുന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പണ്ട് എന്തെങ്കിലും സർജറി ചെയ്തിട്ടാണോ പാർട്ട്ണർ വെച്ചിരുന്നത്? അവരെ രീതിയിൽ ഹോമോസെക്ഷൽ ആണല്ലോ. ഈ പാർട്ട്ണർ ഉണ്ടായിരുന്നവരൊക്കെ മറ്റുള്ള യു കെയിൽ പോയി പാർട്ട്ണർ വെച്ചാലും, സിംഗപ്പൂരിൽ പോയി പാർട്ട്ണർ വെച്ചാലും, അമേരിക്ക പോയി പാർട്ട്ണർ വെച്ചാലും സർജറി ചെയ്ത പാർട്ട്ണർ ഇരുന്ന ഹോമോസെക്ഷൽ ആണല്ലോ. സർജറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് അല്ലല്ലോ പറയുന്നു. ആര്? ഞാൻ ആ ഒരു വ്യക്തിയല്ല പറഞ്ഞത്, ഞാനും പറയുന്നില്ല വ്യക്തിയാണ്. ഈ പറഞ്ഞ വ്യക്തിയൊക്കെ സർജറി ചെയ്യുന്ന മുമ്പേ പാർട്ട്ണർ ഉണ്ട്. ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെയും എനിക്കും ഉണ്ടായിരുന്നു, സർജറി ചെയ്യുന്ന മുമ്പേ പാർട്ട്ണർ ഉണ്ടായിരുന്നു, പ്രണയം ഉണ്ടായിരുന്നു, ലൈഫ് പാർട്ട്ണർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഹെറ്ററോസെക്ഷൽ ആ മൈൻഡ് ആണെങ്കിൽ പോലും അന്ന് ചെയ്യുന്നത് ഹോമോസെക്ഷൽ ആണല്ലോ, പാർട്ട്ണറോട് ചെയ്യുന്ന ഹോമോസെക്ഷൽ ആണല്ലോ. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇപ്പം വന്നിട്ട് എനിക്കിപ്പോൾ പ്രിവിലേജ് ഉണ്ട്, ഞാൻ ഈ സൊസൈറ്റിയിലെ പ്രിവിലേജ് ആയിരിക്കുന്ന ആൾ എന്നെ ഒരു റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി പ്രിവിലേജ്, അത് ആ പ്രിവിലേജൊക്കെ എനിക്ക് ചിരിയാണ്. പേര് പറയുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരാന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഞാനിവിടെ വന്നിരുന്നു ഇങ്ങനെ വലിയ എന്നെ പറ്റി പൊക്കി അടിച്ച് പറഞ്ഞിട്ട് പോയി. അപ്പൊ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഞാനൊരു സെക്സ് വർക്ക് ചെയ്ത് ഞാൻ എപ്പോഴും പറയും എന്താ കുറ്റം, എന്താ കുഴപ്പം? അവർക്ക് റോഡ് നിൽക്കണ്ട, അതിന് ആവശ്യമില്ല, അത് വേണ്ടെങ്കിൽ വേണ്ട. നിൽക്കുന്നവരെന്തിനാ കുറ്റം പറയുന്നത്? അതാണ് അവര് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാരും നെറ്റിച്ചൊളിയുന്നത്. അവരെ നെറ്റിച്ചൊളിയുണ്ടല്ലോ. ഇപ്പൊ എന്റെ പ്രിവിലേജ് അല്ലെ, പണ്ട് നമ്മളൊരു ട്രാൻസ്ജെൻഡർ കാണുമ്പോ 1.5 കിലോമീറ്റർ മാറി നിൽക്കുന്നത് ഇപ്പൊ മാറി എന്നാണ് പറയുന്നത്. മാറി അവരാരും വന്ന് മാറ്റിയതല്ലോ, അമേരിക്കയിൽ നിന്ന് മാറ്റിയതല്ലോ, അല്ലല്ലോ. ഇവിടെ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഞങ്ങൾ അടികൊണ്ടതും, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ അടികൊണ്ടതും, ഞങ്ങൾ നിരാഹാരം കിടന്നതും, ഞങ്ങൾ നടത്തിയ സമരമുറകളും ഒക്കെ കൊണ്ടാണ് ഈ അടുപ്പം ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ അവര് പറയുന്നത് അവരുടെ ഈ സാധാരണ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടല്ല ഞാൻ നടക്കുന്നത്, ഞാൻ ഒരു സ്ത്രീ ആയിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ സ്ത്രീ ആയിട്ട് അങ്ങ് ജനിച്ചാൽ പോരായിരുന്നോ? പിന്നെ തേർഡ് ജെൻഡർ ആയിട്ട് പ്രഖ്യാപേണ്ട ആവശ്യമില്ലല്ലോ, സ്ത്രീ ആയിട്ട് പ്രഖ്യാപിച്ചാൽ പോരെ? എന്തിനാ പിന്നെ സുപ്രീം കോടതി തേർഡ് ജെൻഡർ പ്രഖ്യാപിച്ചതിനാ? എന്റെയും എല്ലാ ഡോക്യുമെന്റ്സും സ്ത്രീയാണ്, പക്ഷെ ഞാൻ ട്രാൻസ് വുമൺ ആണ്. ഞാൻ മെയിൽ നിന്നും ഫീമെയിലോട്ട് മാറിയ ട്രാൻസ്ജെൻഡർ ആണ്, അതുകൊണ്ടാണ് തേർഡ് ജെൻഡർ എന്ന് പ്രഖ്യാപിച്ച ആ ഒരു സ്ത്രീയായി മാറി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ പോരെ, തേർഡ് ജെൻഡർ എന്ന് പറയേണ്ടതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തിനാ തേർഡ് ജെൻഡർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? സ്ത്രീയായിട്ട് മീൻസ് ലോകത്ത് എല്ലായിടത്തും 2 ജെൻഡറേ ഉള്ളൂ. ഇന്ത്യയിൽ തേർഡ് ജെൻഡർ ആയിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനാ പ്രഖ്യാപിച്ചത്? സ്ത്രീ ആണെങ്കിൽ പിന്നെ ഇവരെയും കൂടെ സ്ത്രീയിലും ഉൾപ്പെടുത്തിയാൽ പോരെ, ഇവരെയും കൂടെ ഇപ്പുറത്തെ പുരുഷന്മാരെ ഉൾപ്പെടുത്തിയാൽ പോരെ? അല്ല, സർജറി ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി മൈൻഡ് സെറ്റ് സ്ത്രീയുടെ ആണ്, അതുകൊണ്ട് ഞാൻ ശാരീരികമായിട്ട് സെക്ഷുവലി സ്ത്രീയാണ്, എന്റെ ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണ്. ഇപ്പൊ സർജറി ചെയ്താലും അത് സ്ത്രീയിലോട്ട് മാറുന്നില്ല, സെക്ഷുവലി സ്ത്രീയാണ്. ഇപ്പോഴും പറയുന്നത് സെക്ഷുവൽ ഫീമെയിൽ, ജെൻഡർ ട്രാൻസ്ജെൻഡർ. വളരെ ഡൗട്ട് ഉണ്ടോ? എനിക്ക് ഡൗട്ടില്ല, എനിക്ക് ഡൗട്ടിന്റെ ആവശ്യമില്ല. സെക്സും ജെൻഡറും സെക്ഷുവാലിറ്റിയും ഇങ്ങനെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, എൻ്റെ സെക്സ് ഫീമെയിൽ, എൻ്റെ സെക്ഷുവാലിറ്റി ഹെറ്ററോസെക്ഷുവാലിറ്റി, എൻ്റെ ജെൻഡർ ട്രാൻസ്ജെൻഡർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ, ഒരാൾ കൺഫേം ചെയ്യുന്നതാണല്ലോ. എൻ്റെ ജെൻഡർ ട്രാൻസ്ജെൻഡർ, എൻ്റെ സെക്സ് ഫീമെയിൽ, എൻ്റെ സെക്ഷുവാലിറ്റി ഹെറ്ററോസെക്ഷുവാലിറ്റി എന്നാണ്. ഇത് മൂന്നും കൂടെ കുഴക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തേർഡ് ജെൻഡർ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടും. ഞാൻ ട്രാൻസ്ജെൻഡർ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂവിൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും കാശടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുമാണ് പല ആൾക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കുന്നത്. ട്രാൻസ്ജെൻഡർ അല്ലേ? ട്രാൻസ്ജെൻഡർ അല്ലേ? പിന്നെ ഫീമെയിൽ ആണോ?
ഫീമെയിലാണ്. ഇതിപ്പോ ഞാനൊക്കെ കുഴഞ്ഞു പോകുന്ന അവസ്ഥയില്. അവർ എങ്ങനെയാ അവരൊക്കെ പറയുന്നത്, എന്തൊക്കെയാ പറയുന്നത്? അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനല്ല ഞാൻ ചോദിക്കുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി പല ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കൂടി വരുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ ഫീമെയിലിന് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, മെയിലിന് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിനും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ ട്രാൻസ്ജെൻഡർ, ഞാൻ ഫീമെയിൽ ആണെങ്കിൽ ഞാൻ ഏത് ആനുകൂല്യം വാങ്ങും? രണ്ടും വാങ്ങും? ഒരു ഒരെണ്ണമല്ല വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് എന്താണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ആ ആനുകൂല്യം എന്തായാലും ഞാൻ വാങ്ങണം. അപ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ആവണ്ടേ? ട്രാൻസ്ജെൻഡർ പറയണ്ടേ ഞാൻ ഫീമെയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന? അത് ആനുകൂല്യങ്ങൾ വാങ്ങാനോ കാശടിച്ച് മാറ്റാനോ ഒന്നും അല്ല. ഇന്ത്യ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇന്ത്യ നിയമം അനുസരിച്ച് ഒരു ജെൻഡറിൽ നിന്നും മറ്റൊരു ജെൻഡറിലേക്ക് മാറുന്ന വ്യക്തികളെ തേർഡ് ജെൻഡറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തേർഡ് ജെൻഡർ ആയിരിക്കുന്ന ഞാൻ ഒരു ട്രാൻസ്ജെൻഡറാണ്. പക്ഷേ എൻ്റെ സെക്സ് ഞാൻ ഫീമെയിലാണ്. ഞാൻ സർജറി എല്ലാം കഴിഞ്ഞു, വജീന എംപ്ലായ്മെൻറ്റ് സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ഫീമെയിൽ സെക്സ്, എൻ്റെ സെക്സ് വന്നിട്ട് വജീന ഫീമെയിലാണ്. എൻ്റെ സെക്സ്വാലിറ്റി വന്നിട്ട് ഹെട്രോസെക്ഷലാണ്. ഞാൻ പുരുഷനുമായിട്ട് സെക്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ജെൻഡർ വന്നിട്ട് ട്രാൻസ്ജെൻഡറാണ്. ഇത് മൂന്നും കൂടെ തമ്മിൽ ഇങ്ങനെ കുഴപ്പിച്ചിട്ടാണ് ആൾക്കാർക്ക് വിവരമില്ലാതെ സംസാരിക്കുന്നത്. അത് വലിയൊരു അറിവാണ് ഇപ്പോൾ കിട്ടിയത്. നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാലും കമന്റ് വരുന്നത് ഈ ചാനലിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? അതായത് അങ്ങനെയുള്ള ഒരു കമന്റാണ് കൂടുതൽ. ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ജനങ്ങൾ അറിയണം. അതാണ് ഞങ്ങളുടെയും ഒരു മോട്ടീവ്. ഇപ്പം എന്ന് വെച്ചാൽ ഇത് പുതിയ ഒരു ജെൻഡറും പുതിയ ഒരു രീതിയുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആക്ച്വലി ഹിജറ കൾച്ചറും ഒക്കെ ഫോം ചെയ്യുന്നത് കൊണ്ട് അതൊരു എല്ലാവർക്കും അറിയാം ഇന്ന അത്തരത്തിലുള്ള ആൾക്കാരാണ്, അവരുടെ രീതി എന്താണെന്ന്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡർ എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയില്ല. കുറേ പേര് സർജറി ചെയ്യുന്നുണ്ട്, കുറേ പേര് സർജറി ചെയ്യാത്തവരുണ്ട്. സർജറി ചെയ്തവരുടെ സെക്സ് എന്താണ്, സർജറി ചെയ്യാത്തവരുടെ സെക്സ് എന്താണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ കാമവാഹിനി പറയുന്നു, കാമവാഹിനിക്ക് ഷീമെയിൽസിനാണ് ഇഷ്ടം. അപ്പോൾ എന്താണ് ഷീമെയിൽസ് എന്താ, അവരുടെ സെക്സ് എന്താണ്, ഇങ്ങനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷനുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഈ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ചാനലുകൾ ഇപ്പം നിങ്ങളെ ഇൻകം നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ട്രാൻസ്വുമനെ, അല്ലെങ്കിൽ എന്നെ പോലെ ഞാനും വലിയ പ്രിവിലേജുള്ള ആളൊന്നുമല്ല, ഞാൻ സാധാരണ ട്രാൻസ്വുമനാണ് അന്നും ഇപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മളെ പോലുള്ളവരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ നടത്താം, നമുക്കുറച്ച് അറിവ് മറ്റുള്ള ആൾക്കാർക്ക് വന്ന വഴികൾ അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അവിടെ ഇപ്പം പൈസ നോക്കിയിട്ടോ അല്ലെങ്കിൽ ചാനലിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടോ ഒന്നും അല്ലല്ലോ നമ്മളെയൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്തിക്കുന്ന കുറച്ച് അറിവുകൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് മറ്റുള്ള ജനങ്ങൾക്ക് അറിയപ്പെടുക, അവർക്ക് കിട്ടുക, അത്തരം മാത്രമേ ഞാനും ഉദ്ദേശിക്കുന്നു. ഞാനും അതാ പറയുന്നത്. പക്ഷേ ഇതിൽ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് ഫ്രീലാൻസ് ആങ്കറാണ്. പക്ഷേ എനിക്ക് മൊത്തം തെറിവിലയാണ്. ഇവൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് വരെ കമന്റ് വന്നു. ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് വളരെ കമന്റ് വന്നു. എൻ്റെ വീട്ടുകാർ വിളിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. നമ്മള് ബിജിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിരുന്നു. പുള്ളിക്കാരി എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ താങ്കൾ എന്തോ ആയിക്കോട്ടെ, എൻ്റെ ജോലി എന്താ, ഒരു ഇൻ്റർവ്യൂ എടുക്കുക, അവസാനിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതിൽ ഞാൻ ശ്രീലക്ഷ്മി അറക്കലിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പുള്ളിക്കാരി വല്ലാതൊരു എയർലൈൻ, അതായത് ഒരു നെഗറ്റീവ് എന്ന രീതിയിൽ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാനൊരു ആർജെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചപ്പോൾ. അപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ ഭയങ്കര എയർലൈൻ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. മുഖത്തടിച്ചോണം ചോദിച്ചാലാണ് ഇൻ്റർവ്യൂ ആവുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് നമ്മുടെ പൊതുവേ നമ്മുടെ മലയാളികൾക്ക് ഒരു ചിന്താഗതിയാണ്. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മുഖത്തടിച്ചോണം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇൻ്റർവ്യൂ എന്നൊരു കൺസെപ്റ്റ് പല ആൾക്കാരും കൊണ്ടുവന്നു. എൻ്റെ കൺസെപ്റ്റ് അതല്ല. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബാഡ് ആയതുകൊണ്ടാണ് ഞാൻ വിജയുടെ ഇൻ്റർവ്യൂ തൊട്ട് പിന്നെ സോഫ്റ്റായി. അപ്പോൾ അതൊക്കെ ഒരു ഫ്രണ്ട്ലി ടോക്ക് മതി. പക്ഷേ അത് വല്ലാത്ത രീതിയിൽ എന്നെ ബാധിച്ചു. എന്നെ അല്ല, മൊത്തത്തിൽ നമ്മുടെ ചാനലിനെ ബാധിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവരുടെ ജീവിതം എന്താണ്, ഇവർക്ക് എന്തൊക്കെ പറയാനുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് പൊതുവേ നമ്മുടെ മലയാളികളുടെ ഇടയിൽ പോലും ഒരു കയ്യകലം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറി വരുന്നുണ്ട്. എത്ര മാറി വന്നാലും ഇപ്പം പറയുന്ന ആളൊക്കെ ഇപ്പം പലരും വന്നെന്ന് പറയല്ലേ, റോഡിൽ നിൽക്കുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെ പറയുമ്പോൾ അത്തരത്തിലൊരു അകൽച്ച മറ്റുള്ളവരിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂ വന്നു. അപ്പോൾ നമുക്കറിയാം മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അത് ഇപ്പോൾ കൺഫേം ആയി. അപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്നത് മെയിലുണ്ട്, സ്ത്രീകളുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പുരുഷനും സ്ത്രീയും ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് എയ്ഡ്സ് കൂടുന്നു എന്നുള്ള ചർച്ച വരുന്നു. അത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കാരണം കൂട്ടണമെന്ന് പറയുന്നു.
തെറ്റായി ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിങ്ങളുടെ ഇൻ്റർവ്യൂ തന്നെ ഡോക്ടർ ഒന്നെന്ന് പറയുന്നുണ്ട് HIV പകരുന്നത് എല്ലാം സ്വവർഗാനികരാണ്. എവിടെ കണക്കിലാണ് പറയുന്നത്? അപ്പോൾ അത്രയേറെ സ്വവർഗാനികരാൾ മൊത്തം ഈ കേരളത്തിൽ കിടക്കുന്നുണ്ടോ? കേരളത്തിലെ സ്ത്രീകളിലും പുരുഷന്മാരുടെ ഇടയിൽ ഒരു ചെറിയ അനുഭവം മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. പക്ഷെ അത് കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ HIV കൂടി വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ വക മാത്രമല്ലല്ലോ, സ്ത്രീകളിലെയും HIV അല്ല, HIV കൂടി വരുന്നുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണം കൂടി വരുന്നു എന്നുള്ള. ട്രാൻസ്ജെൻഡേഴ്സ് എണ്ണം കൂടുന്നത് കൊണ്ട് HIV കൂടണമെന്നും അല്ലാതെ അർത്ഥമല്ലല്ലോ. ഞാൻ രണ്ടും കൂട്ടിയല്ല പറഞ്ഞത്, എണ്ണം കൂട്ടുന്നു. HIV കൂടുന്നത് ഡ്രഗ്സ് മുഖാന്തരങ്ങളും ഡ്രഗ്സിന്റെ ദുരുപയോഗം മൂലവും അതുപോലെ തന്നെ സ്ത്രീകളിലെയും സെക്സ് വർക്ക് മുഖാന്തരവും ട്രാൻസ്ജെൻഡർ സെക്സ് വർക്ക് മുഖാന്തരമൊക്കെ ഉണ്ടാവുന്നു. അതിൽ ചെറിയൊരു 1% മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ടാകുന്നത്. അതിന് വന്ന് ഡോക്ടറിന് വിവരക്കേട് പറയുന്നത് സ്വവർഗ അനുകാരികളുടെ ഇടയിലാണ് HIV കൂടുതൽ. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. സ്വവർഗ അനുരാഗികളുടെ എന്താണ് സ്വവർഗ അനുരാഗം എന്നുപോലും നമുക്കറിയുന്നില്ല. അനുരാഗം എന്ന് പറയുന്നത് ഈ അവരുടെ ഇടയിൽ ഇത് വരാൻ ചാൻസ് ഈസി, പെട്ടെന്ന് വരാനുള്ള അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ സെക്സ് ചെയ്യുന്ന കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ റൂം നോക്കണം, അവർക്കുള്ള എക്സ്പെൻസ് നോക്കണം, അവർക്കുള്ള നമ്മൾ പ്രൊട്ടക്ഷൻ നോക്കണം, അതൊക്കെ നോക്കണം. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡർ സ്വവർഗ പറയുന്ന പോലെ അനുരാഗമുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആവശ്യമില്ല. റൂം വേണ്ട, വേണ്ട. ഒരു പ്ലേസ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പോലും അവിടെ നമുക്ക് സെക്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പടരാനുള്ളൊരു സാധ്യത എളുപ്പമാണെന്ന് പറയണം. അതുകൊണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് തെറ്റല്ലേ? പക്ഷെ താങ്കളുടെ കമ്മ്യൂണിറ്റി തന്നെ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുന്നത്? സത്യമല്ലേ പറയുന്നത്? സത്യമാണ്. പക്ഷെ അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലല്ല അങ്ങനെ. HIV ഏറ്റവും കൂടുതലുള്ളത് സാധാരണ 6 മനുഷ്യരിലാണ് എന്നാ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പടരാൻ എളുപ്പ വഴി ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ വന്നെന്ന് പറയുന്നത് സ്വവർഗ അനുഗ്രഹങ്ങളിലാണ് ഇത് കൂടുതൽ അങ്ങനെയൊന്നും അല്ല. ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരും സ്ത്രീകളിലാണ്. അത് ചില % മാത്രമേ ഉള്ളൂ ട്രാൻസിനുള്ളത്. അതിന് വെറുതെ ചുമ്മാ വരുന്ന ഓരോ കണക്കുകൾ ഇങ്ങനെ വലിച്ചു കൂവിയിട്ട് ഇങ്ങനെ വെറുതെ പറയുന്നതാണ്. ട്രാൻസിനെതിരായിട്ട് ആൾക്കാർ ഈ ട്രാൻസ് ഹോബിയായിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പം എനിക്കൊരു സംശയം, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ആരും തെറി വിളിച്ചിട്ടില്ല, തെറി വിളിക്കാതിരിക്കട്ടെ. പക്ഷേ എനിക്കൊരു +2 പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പയ്യൻ, പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് മെസ്സേജസ് ഒക്കെ ഉണ്ട്. ഇത് ആദ്യമായിട്ടൊന്നല്ല, എനിക്ക് മുമ്പും മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അവനൊരു ക്യൂറാണ് എന്നുള്ളൊരു മെസ്സേജാണ്. ഞാനൊരു ക്യൂറാണ് ചേട്ടാ. എനിക്ക് എൻ്റെ വീട്ടിലെ അനിയത്തിമാരാണുള്ളത്. അവർ 4 മക്കളാണ്. 3 പേരും ചേച്ചിയുണ്ട്, 2 അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളുടെ കൂടെ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ മൊത്തം ഒരു സ്ത്രീയായി മാറി എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് വന്നു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണോ ഈ ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നത്? ഒരിക്കലുമല്ല. എൻ്റെ ആ മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു, ഒരിക്കലുമല്ല. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല ചിന്താഗതി. ഇപ്പം നിങ്ങൾ മെയിലായിട്ട് ഒരു മെയിൻ പവറിലിരിക്കുന്നു, എവിടെ നിന്നാണ് വരുന്നത്? എനിക്കറിയില്ല. എൻ്റെ ജീനിലുള്ള അത്തരത്തിലുള്ളതാണ് ഞങ്ങൾക്ക് ജീനിലുള്ളത്. ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നത്. എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ അപ്രത്യക്ഷമായ ശക്തിയോ അങ്ങനെയൊന്നുമല്ല. ജനിക്കുന്ന കാലം മുതൽ XY ക്രോമസോനോ XY അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ബയോളജിക്കലി ഡിഫക്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടതുകൊണ്ട് ഇങ്ങനെ ആവുന്നു. ഞാൻ എൻ്റെ അറിവ് വെച്ച കാലം മുതൽ പെൺകുട്ടിയാണ്, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ. പക്ഷേ പക്ഷെ ആ പയ്യൻ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് സംസാരിച്ചു, കൗൺസിലിംഗ് എടുത്തിട്ട് ആ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ജിമ്മിൽ പോവുക, നീ ഇന്ന് ആക്റ്റീവ് ആവാ, വീട്ടിലിരിക്കരുത്, ആക്റ്റീവ് ആന്നൊക്കെയുള്ള അഡ്വൈസുകളാണ് കൊടുത്തത്. എനിക്കും അങ്ങനെ തന്നെയാണ് അഡ്വൈസ് തന്നത്. എന്നിട്ട് ഇപ്പോൾ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടൻ വലിയൊരു ഹെൽപ്പാണ് ചെയ്തത്, എൻ്റെ മെന്റാലിറ്റിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി, എനിക്കിപ്പോൾ ആ ചിന്താഗതികളില്ല. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ത്രീകളോടായിട്ട് ഇടപഴകുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് പ്രാവശ്യം സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ഇടപഴകി നിൽക്കുമ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ഇഷ്ടം, അവരോടുള്ള അവരുടെ രീതിയും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ രീതിയെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളാമെന്ന് ഏത് മനുഷ്യനും തോന്നും. എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മൈൻഡിലങ്ങനെ സ്ത്രീയൊന്നും അല്ലല്ലോ. ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ മാറാന്നേ ഉള്ളൂ, അത്ര ചിന്തകളേ ഉള്ളൂ. ഇത് ഏത് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് മാറാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഞങ്ങളിങ്ങനെ മാറാൻ പറ്റാത്തില്ല എന്നുള്ള കൺഫേം ആയിട്ട്. കാരണം എനിക്ക് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനുള്ള ലെറ്റർ തന്നിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. അന്ന് എന്നോട് ഇത് തന്നെ പറഞ്ഞത്, മീശ വെച്ച് നടന്നു നോക്ക്, ജിമ്മിൽ പോയി നോക്ക്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് പല ട്രാൻസ് വുമൻസിനും ഈ ഫോഴ്സ്ഫുൾ മാരേജ് കഴിക്കേണ്ടി വരുന്നതും ഇത്തരം സംവിധാനമുണ്ട്. ഡോക്ടർമാരുടെ ഇത്ര അടിച്ചേപ്പികളുണ്ടാണ്. കാരണം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നോക്കുക, അപ്പോഴും മാറുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അത് ആ ഫസ്റ്റ് നൈറ്റ് തന്നെ അവർ കാണുമ്പോൾ തന്നെ അവർ സെക്ഷ്വാലിറ്റി പോയി സെക്സ് ചെയ്യാനുള്ള മൂഡ് അതും ഉണ്ടാവുന്നില്ല, അതിനുള്ള താല്പര്യം ഉണ്ടാവുന്നില്ല, ലൈഫും പോയി, ഉള്ളതെല്ലാം കൂടെ വിറ്റ് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുകയും റോഡിൽ ഇറങ്ങി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരുപാട് ട്രാൻസ്. അപ്പോൾ ഒരുപാട് കൗൺസിലിങ്ങിൽ കൂടെ പോയാലാണ് നമുക്ക് കൺഫേം
പറ്റുള്ളൂ. തീർച്ചയായിട്ടും കൗൺസിലിംഗ് പോയാലും ഇത്തരത്തിൽ മൈൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മാറാനുള്ള സാധ്യത ഉണ്ടാവുകയില്ല, മാറുകയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്ന മുമ്പ് നന്നായിട്ട് നല്ല നല്ല ഡോക്ടേഴ്സ്, ഒരു ഡോക്ടറെ അല്ല 2-3 ഡോക്ടേഴ്സ് കണ്ടിട്ട് കൺഫേം ചെയ്യാം. അതെ, അത് പല ആൾക്കാരും ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഒരു എടുത്തുചാട്ടത്തിൽ സർജറി ചെയ്തു പിന്നെ തിരിച്ചു പോകാൻ പറ്റാതെ റിഗ്രറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ട്. അല്ല, അതെന്ന് വെച്ചാൽ ഈവൻ ലീഗലി ആയിട്ട് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ആദ്യം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം, സൈക്കോളജിസ്റ്റിനെ കാണണം, എൻഡോക്രോളജിസ്റ്റിനെ കാണണം. ഇതെല്ലാം കൺസൾട്ട് ചെയ്യുന്നതിന് മാത്രമേ അവസാനമാണ് സർജനെ കാണേണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന ഈ ചാടുതലുകൾ, ഈ കാണുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള ട്രാൻസിന് അതിൻ്റെ ലൈഫ് എന്താണെന്ന് അറിയാതെ ആൾക്കാർ പെട്ടെന്ന് നോക്കുമ്പോൾ സർജറി ചെയ്താൽ അവരെ പോലെ ആകാൻ പറ്റുമെന്നുള്ള ഇതിൽ ഓടിച്ചെന്ന് ഈ സർജറി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് അതിനുള്ള ഭവിഷ്യത്തൊക്കെ പിന്നെ മനസ്സിലാക്കിയാണ് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തത്. ഇത് ഇൻ്റർവ്യൂവിൽ ഒരാൾ പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബ്രസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റിയിട്ട് ആണാകാൻ പറ്റും, ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ അത് ഡൗൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കേട്ട്. ബ്രസ്റ്റ് സർജറി ചെയ്യുന്നതല്ല ഒരിക്കലും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ആൾക്കാർ ചെയ്യുന്നത്. സ്വന്തം മനസ്സോടെ തീരുമാനിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ എടുത്ത് കളഞ്ഞിട്ട് പോകാൻ പറ്റുമായിരിക്കാം, എനിക്ക് പിന്നെ അങ്ങനെ അറിയില്ല. രണ്ടാമത് ഡൗൺ സർജറി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല, അതൊന്നും റീകവർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചു, നല്ല രീതിയിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ട്, സൈക്കോളജിസ്റ്റിനെ കണ്ട്, എൻഡോക്രോളജിസ്റ്റിനെ കണ്ടിന് സമയത്ത് സർജനെ മാത്രമേ പോകുക എന്നാണ് എൻ്റെയും അഭിപ്രായം. നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് സർജറിക്ക് വിധേയമാവുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമായിരുന്നു, BJP-യിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ BJP-യിൽ വന്നിട്ട് എന്താണ് ശ്രീകുട്ടി നമ്മിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ സപ്പോർട്ടില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ രാഷ്ട്രീയത്തിലെത്തുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് എന്താണ് ശ്രീകുട്ടി നമ്പിയുടെ നെക്സ്റ്റ് മൂവ് എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ല, ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന നമ്മൾ ഇപ്പം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. ഇത്ര കാലങ്ങളിൽ നമ്മൾ സ്വയം നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിച്ചു. പ്രസ്ഥാനം മീൻസ് ഞാനൊരു ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സണൊക്കെയാണ്. അതിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന രീതിയിൽ നിന്ന് പ്രവർത്തിച്ചു. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഫ്യൂച്ചറിൽ നിന്ന് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ അവരെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിൽ നിന്നുകൂടെ പ്രവർത്തിച്ച് നോക്കാം, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത്തരം മേഖലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. അപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമ്മളിങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ ട്രാൻസ് ആയാലും ശരി, എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഓരോ പ്രസ്താവനകളുണ്ടാകും, അവരുടേതായ തീരുമാനങ്ങളുണ്ടാകും. അതിപ്പം BJP ആയാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയിരുന്നാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, അത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ. ഇപ്പം ഞാനൊരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിദാനം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്ത് പ്രയോജനമാണ് അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് ഉള്ളത് കൊണ്ട് അതിൽ ഞാൻ നേടുന്നതിലുപരി എൻ്റെ കമ്മ്യൂണിറ്റികൾ കൂടി നേടിക്കൊടുക്കുക എന്നുള്ള ഒരു പ്രസ്താവനയിലാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിന് അന്ന് മറ്റുള്ള ബേഡ് കമൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് അന്ന് നമുക്ക് നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റ് നമുക്ക് ഈ പദവി തരികയും അതിലോട്ട് അംഗീകരിക്കുകയും ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് കമൻസൊക്കെ ഉണ്ടായിരുന്നു. ഇനി എവരെയും കൂടെ ചേർത്താൽ മറ്റത് അങ്ങനെയൊക്കെ പലതരത്തിൽ കമൻ്റ് ഉണ്ട്. അതൊന്നും നമ്മൾ കെയർ ചെയ്യുന്നില്ല. എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരം പാർട്ടി നിന്നുകൊണ്ട് മറ്റു കമ്മ്യൂണിറ്റികൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും, അതുപോലെ മറ്റുള്ള ആൾക്കാർക്ക് കൂടെ, മറ്റുള്ള സൊസൈറ്റിക്കും കൂടെ എന്ത് പ്രയോജനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹവും വിശ്വാസം മുന്നോട്ട് പോകുന്നത്. പറഞ്ഞ പോലെ തന്നെ ആഗ്രഹങ്ങൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടാതിരിക്കട്ടെ. അത് രാഷ്ട്രീയമായിക്കോട്ടെ, മതമായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാം അവരവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. ഇപ്പോൾ BJP-യിൽ കയറിയിരിക്കുകയാണ്. BJP-യിൽ നല്ലൊരു പ്രവർത്തകയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുകയാണ്. വന്നതിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തി ഇൻ്റർവ്യൂ തന്നതിൽ ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ഞാനും അപ്പം നന്ദി പറയുന്നു. ഒരുപാട് കടപ്പാടുണ്ട്. കാരണം നമ്മളത്രയും പ്രിവിലേജോ അല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഉള്ള ആൾക്കാരല്ല. എങ്കിൽ പോലും തന്നെ മുമ്പും നമ്മുടെ ട്രാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ട്രാൻസ്ജെൻഡർ നേരിടുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ കുറേ തെറ്റായ പ്രസ്താവനകൾ പലരും പറയാറുണ്ട്. അത് തിരുത്താനും
പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് പറയുന്ന സെക്സ് വാക്ക്, ഇത്തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. ഇത്തരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ആൾക്കാരുടെ ഈ ഒരു മാനസികാവസ്ഥ, പ്രവണത, അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായാലും പോലും, അല്ലെങ്കിൽ സാധാരണക്കാരും സെക്സിൻ്റെ സ്ത്രീകളും പുരുഷരായാലും പോലും ട്രാൻസിനെ ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ആക്ഷേപങ്ങളും ഒക്കെ മാറ്റാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയും ആ രീതിയിലുള്ള ഒരു അവയർനെസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഒരു സെലിബ്രിറ്റി ആവാനല്ല. അവയർനെസ് കൂടുതലും കേരള സൊസൈറ്റിക്ക് വേണ്ടുന്ന അവയർനെസ് കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. തുടർന്നും ഇനിയുള്ള കാര്യങ്ങൾ, സംശയങ്ങളുള്ള അവയർനെസ് കൊടുക്കാനും ഒക്കെ ഈ മീഡിയാസ് വളരെ ഉപകരിച്ചു. അതിനുവേണ്ടി ക്ഷണിച്ചതിന് വളരെ സന്തോഷിക്കുന്നു, വളരെ ഹാപ്പിയാണ്. വളരെ സന്തോഷം, വിളിച്ചത് വളരെ സന്തോഷം. ഇനി മുന്നോട്ട് അങ്ങോട്ട് പോകാൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിളിച്ചത് ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും ചാനലിനോട് അറിയിക്കുന്നു. അതെ, അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ശ്രീകുട്ടി വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഉദ്ദേശിക്കുന്നത് ഒന്നിനും പ്രൊമോട്ട് ചെയ്യല്ല, അവരുടെ ജീവിതം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം അറിയിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, വി വിൽ ഗെറ്റ് യു. അപ്പോൾ ഇനി BJP-യിൽ ഭരണാധികാരി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുക. ഭരണാധികാരി ആവാനൊന്നും നമുക്ക് ആഗ്രഹമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം. ഓക്കെ, അപ്പോൾ പ്രവർത്തക ആവട്ടെ. വരും കാലഘട്ടത്തിൽ BJP എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് അന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത്ര നേരം വന്നതിൽ സംസാരിച്ചതിലും ഒരു സമയം ചെലവഴിച്ചതിലും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത അതിഥിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ആർ ജിഗരൻ സൈനിങ് ഓഫ് ഫ്രം മൈ മീഡിയ. ബൈ.